Assalamu alaikum wa rahmatullahi wa barakatuh. Good morning, one and all. Education is a weapon that can change in the world. Rooted in education is hard, but the fruit is awesome. Bismillahir Rahmanir Rahim. മർക്കസ് കോൺവക്കേഷൻ പ്രോഗ്രാമിലെ ഇന്നത്തെ ദിവസം എഡ്യൂക്കേഷൻ സിംപോസിയം എഡ്യൂക്കേഷൻ ഇൻ ദ ട്രാൻസ്ഫോമിംഗ് സിനാരിയോ എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ ഡിസ്റ്റിങ്വിഷ് പാനലിസ്റ്റ് ഇവിടെ ആൾറെഡി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനാഗ്രൽ സെഷനിൽ നമ്മൾ കണ്ടതാണ്. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് കൾച്ചറിൻ്റേതാണ്, അത് സംസ്കാരങ്ങളുടേതാണ്, വേദങ്ങളുടേതാണ്. ഖുർആനിലെ ഇഖ്റ ബിസ്മി ആശയങ്ങളെ പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ കേട്ടു. ബേസിക്കലി ഇസ് ഇൻ മാർക്കസ് ഇത് ഷേപ്പിംഗ് ദ കൾച്ചർ എന്ന കോൺസെപ്റ്റിലെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോമിങ്ങിന് കാലാകാലങ്ങളിൽ വിധേയമായിട്ടുണ്ട്. ഇന്ന് നാം എത്തിയിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. റേഡിയോ 38 വർഷം കൊണ്ടാണ് 50 മില്യൺ പീപ്പിൾസിലേക്ക് എത്തിയത്. 13 ഇയേഴ്സ് കൊണ്ടാണ് TV 50 മില്യൺ പീപ്പിൾസിലേക്ക് റീച്ച് ഔട്ട് ആയത്. ഇവിടെ നാം നടക്കുന്ന ഈ എജു സിംപോസിയത്തിലെ ആശയങ്ങൾ 50 മില്യൺ പീപ്പിൾസിലേക്കല്ല, അതിനധികവും എത്തിക്കാൻ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് അവേഴ്സ് മതി. ദിസ് ഈസ് ദ റൈറ്റ് തിങ് ടു be a educational conference, be selected for to this first convocation program in here itself. So let's move to the panels. Each panels നമ്മുടെ 2 റൗണ്ടാണ് ഇവിടുത്തെ ഈ പാനലിലുള്ളത്. ഡിസ്കഷൻ ടൈംസ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ആൾ 4 to 5 minutes intro session related to the particular topic, and second round is the same 4 to 5 minutes. Finally, time for you audience can ask whatever you want, your think related to the education perspective. Anyway, topic are related. Changing scenario is education economy, technology, especially in the K-12 education up to the 12th class education scenarios in these decades in Kerala as well as in the world. The same we are already known as a teachers and community of management in education perspective. The Sharifs are also dealing the session. Finally, we have a scholar with us, Sikhafi, who Ustad also delivered the conceptual delivery related to the topic. The first topic which we are collected in the technology integration in education. We know technology is so far developed in this scenario. AI, adopted education system, adoption of the technology, how far we can. The first question to the Salam sir, he is Chief Executive Officer of the MKC, Marcus Knowledge City. Sir, education blended in technology, we know that. But coming 5 years, what's your vision? You know, you are the scientist, you have expertise in this last 30 years in the different domain, you are categorized in the different education domain. So we would like to know about what are the few changes happening in coming years in this technological educational blending, sir, please. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞു. ഡോക്ടർ ഗോപകുമാർ സാറ് അടിവരയിട്ട് പറഞ്ഞതാണ് 4 വ്യാവസായിക വിപ്ലവങ്ങൾ ലോകം സാക്ഷ്യം വഹിച്ചു. ഹയസ്റ്റ് എക്കണോമിക് പവറിലേക്ക് ഉയരാൻ കൊതിക്കുന്ന ഇന്ത്യ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യക്ക് 1, 2, 3 നഷ്ടമായി. 4ൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ
നമുക്ക് എങ്ങനെ ഈ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ സ്വായത്തമാക്കാൻ കഴിയും എന്നതായിരിക്കണം നമ്മളുടെ ചിന്തയും ചർച്ചയും ആക്ഷൻ പ്ലാൻസും. നമ്മൾ ഇന്നത്തെ ഒരവസ്ഥ എടുത്ത് നോക്കിയാൽ സ്റ്റാറ്റസ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നോട് പറഞ്ഞത് ടെക്നോളജി എനേബിൾമെൻറ്റ് ഇൻ ദി ഇംപ്രൂവിങ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. ഏകദേശം 15 ലക്ഷം എൻജിനീയേഴ്സ് ഒരു വർഷം ഇന്ത്യയുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. 35 ലക്ഷം ഡിപ്ലോമക്കാർ, പോളിടെക്നിക്കുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂട്ടിയാൽ 1 കോടി ടെക്നിക്കൽ പേഴ്സൺസിനെ ഇന്ത്യ ലോകത്തിന് സംഭാവന നൽകുന്നുണ്ട്. ഇന്ത്യ ലോകത്തിന് സംഭാവന നൽകുന്നു എന്നത് അടിവരയിടണം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാത്രമല്ല ആ ഒരു ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യം. യൂറോപ്പ് ആകമാനം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഏഷ്യയുടെ പല ഭാഗങ്ങളും ഉറ്റുനോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിന്, ടെക്നിക്കൽ സ്കിൽസിന് ഇന്ത്യയിലേക്കാണ്. ജപ്പാൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ചൈന ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഈ 1 കോടിയുടെ ആ ഒരു ടെക്നിക്കൽ ഹ്യൂമൻ റിസോഴ്സിനെ പങ്കുവെക്കാൻ വേണ്ടി. ട്രാജഡി ഈസ് അതിൽ 10 കൂടിയാൽ 20%, അതായത് 1 കോടി ടെക്നിക്കലി സ്കിൽഡായിട്ടുള്ള എൻജിനീയേഴ്സ്, ഡിപ്ലോമക്കാർ, ITIക്കാർ, വൊക്കേഷണൽ ട്രെയിനിങ്, അത് കഴിഞ്ഞ് വരുന്ന 1 കോടിയിൽ 10 കൂടിയാൽ 20% ആളുകളെ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷനായ ജോബ് മാർക്കറ്റിൽ എത്തിച്ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും, ജോബ് വാഗ്ദാനം ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ലബോറിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സിലൂടെയാണ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടത്തിവിടുന്നതും അബ്സോർബ് ചെയ്യുന്നതും. നാസ്കോം എന്ന ഇന്ത്യയിലെ പ്രശസ്തമായ ഓർഗനൈസേഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു പറയുന്നത് 2 കാരണങ്ങളാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള. അഥവാ ഞാൻ പറഞ്ഞു 1 കോടി പൂള് പോരാ, ഇന്ത്യയിലേക്ക് മാത്രമല്ല ഈ ടെക്നിക്കൽ സ്കിൽസിന് ആവശ്യം. ചൈന ഒഴികെയുള്ള ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞത്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവരെല്ലാവരും ഓൾഡസ്റ്റ് പോപ്പുലേഷൻ, പ്രായം ചെന്ന ആളുകളുടെ സംഖ്യ അധികമായതുകൊണ്ട് പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് അവർ നമ്മളെയാണ് സമീപിക്കുന്നത്, ഇന്ത്യയാണ് സമീപിക്കുന്നതിന് വേണ്ടി. മർക്കസ് നോളജ് സിറ്റിയിലും അതുപോലെ വന്ന് ഞങ്ങളൊരു ജർമ്മനിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കരാറിൽ ഏർപ്പെട്ട അതിൻ്റെ CEO നാസിം സദസ്സിലുണ്ട്. ജർമ്മനിയിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി, കമ്പനികളുമായി നമ്മൾ കൈകോർക്കുകയാണ്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ നിന്നുള്ള സ്കിൽ പേഴ്സൺസിനെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി. ഇന്ത്യയിൽ കൊച്ചിൻ മെട്രോ സ്ഥാപിക്കാൻ വേണ്ടി ലാർസൻ ടൂബ്രോ വന്നപ്പോൾ ഗവൺമെൻറ് പോളിസിൻ്റെ ഭാഗമായി അവർ കേരളത്തിലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ എടുക്കണം ജോലിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമുള്ളതിൻ്റെ 11% പോലും ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിന് LNTക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വലിയ ദുരവസ്ഥ കേരളത്തിലല്ല, ഇന്ത്യയിലോട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ റീസണായിട്ട് പറയുന്നത് ഇന്നും തത്തമ്മ പൂച്ചയാണ് വിദ്യാഭ്യാസം. എന്നോ കാലത്ത് എഴുതി വെച്ചൊരു സിലബസും അതുമാത്രം ഓതി പഠിച്ച കുറേ അധ്യാപകരും 37 കോടി കുട്ടികൾ ക്ലാസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഈ 37 കോടി കുട്ടികൾ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പക്കമുള്ള ഒരു പോപ്പുലേഷനായി. ഈ 37 കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏതോ കാലത്ത് എഴുതി വെച്ച ബ്രിട്ടീഷുകാരെ സർവൻസിനുണ്ടാക്കാൻ വേണ്ടി, സ്ലേവ്സിനുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ രീതിയിലുള്ള സിലബസും അത് ഓതിപ്പഠിപ്പിക്കാൻ വേണ്ടി പടച്ചെടുത്ത കുറേ അധ്യാപകരും. ആരും എന്നോട് ഓഫൻഡഡ് ആകരുത്. ഇന്നും എന്നോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് യു വാണ്ട് ടു ഡു നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ഐ ലവ് ടു ബി എ ടീച്ചർ എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഐ നോ ഹൗ ടു ടീച്ച് വെൽ. ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും 90% മാർക്കിലേക്ക് താഴെ പോയിട്ടില്ല. സ്റ്റിൽ ഐ ലവ് ടീച്ചിങ്. 1 പറഞ്ഞത് എന്തോ കാലത്ത് എഴുതി ഉണ്ടാക്കിയ കുറേ സിലബസും അത് മാത്രം ഓതി പഠിപ്പിച്ച് ഒരു പ്രാവശ്യം ഒരു അധ്യാപകൻ വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ അയാൾക്ക് ജോലിയില്ല, പിന്നെ അയാളെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏത് ക്ലാസ്സിൽ എപ്പോൾ വന്നാലും ഒരു ക്ലാസ് എടുക്കാം, സിലബസിൽ മാറ്റില്ല.
അവരുടെ ഒബ്സർവേഷൻ റോട്ടൻ സിസ്റ്റം എന്നുള്ളതാണ് അവരുടെ ഒബ്സർവേഷൻ. ആൻഡ് സെക്കൻഡ്ലി അവർ പറഞ്ഞത് തീരെ പ്രാക്ടിക്കൽ സ്കില്ല് കുട്ടിക്ക് അറിയില്ല. ഒരു ബൾബ് മാറ്റാൻ അറിയില്ല, ഒരു ഫ്യൂസ് കെട്ടാൻ അറിയില്ല, ഒരു വാഷിംഗ് മെഷീൻ ഒന്ന് കേടായാൽ എന്താണ് പ്രോബ്ലം എന്ന് ആ ഡിസ്പ്ലേയിൽ വരുന്ന ആ വാർണിംഗ് മെസ്സേജസിനെ പോലും വിളിച്ചു പറയാൻ കഴിവില്ലാത്ത 37 കോടി ജനസംഖ്യയെ വാർത്തുവിടുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സമൂലമായ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ദാറ്റ് വാസ് ബ്ലെൻഡ് ദ പ്രാക്ടിക്കൽ സ്കിൽസ് ഇൻ ദ എഡ്യൂക്കേഷൻ എന്നതാണ് ഒരു ഒബ്സർവേഷൻ. 15 വർഷം സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിൽ 15 വർഷം നമ്മുടെ കയ്യിൽ ആ കുട്ടികളെ കിട്ടുന്നുണ്ട്. ഈ 15 വർഷം നമ്മുടെ കയ്യിലുള്ള കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന യോഗ്യത എന്തെന്നറിയില്ല. അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ തൻ്റെ വീടിന്റെ പ്രദേശത്തുള്ള ഒരു ചെടിയെക്കുറിച്ച് ആ കുട്ടിക്ക് അറിയില്ല. അതേസമയം ബോട്ടണി പഠിക്കുന്നുണ്ട് ആ കുട്ടി. ആ ബോട്ടണി പഠിച്ച ആ ചെടി ചെയ്യുന്ന ഉപകാരങ്ങളായ ഓക്സിജൻ സപ്ലൈയും കാർബൺ ഡൈഓക്സൈഡ് അബ്സോർപ്ഷൻ പഠിക്കുന്ന കുട്ടിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു പല ക്ലാസ്സിലും, ഞാൻ അധ്യാപകരോട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് യു ആർ സ്റ്റഡിങ് ഇൻ ദ ക്ലാസ് റൂംസ്? 8th 9th 10th ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിപ്പിക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? കുട്ടിക്കും അറിയില്ല, സോറി ടു സേ അധ്യാപകർക്കും അറിയില്ല. ഞാൻ എല്ലാ അധ്യാപകരും അല്ലാട്ട് പറയുന്നത്, മിടുക്കന്മാരെ അധ്യാപകന്മാരെ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നാസർ മാഷുണ്ട്, നമ്മുടെ നിയാസ് ചോലയിലുണ്ട്. വിദ്യാഭ്യാസത്തെ എങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കണമെന്ന് തെളിയിച്ച നിയാസ് മാഷുണ്ട് ഇവിടെ. ഈ ഫോട്ടോസിന്തസിസ് എന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിനെ എന്തിനുപയോഗിക്കണമെന്ന് ഒരു കുട്ടിക്ക് അറിയില്ല. 15 വർഷം നമ്മുടെ കയ്യിൽ ആ കുട്ടിയുണ്ട്. ഒരു 2 വർഷം പ്രാക്ടിക്കലി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവൻ്റെ വീട്ടിലെ ബൾബ് മാറ്റാൻ അവനറിയാം. ഞങ്ങൾ പ്രാക്ടിക്കലി തെളിയിച്ചതാ. അസന്നിഗ്ധ ഘട്ടങ്ങളിൽ ടെക്നീഷ്യനെ കിട്ടാതെ വന്ന സമയങ്ങളിൽ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരുടെ വീട്ടിലെ ബൾബും അവരുടെ വാഷിംഗ് മെഷീനും അവരുടെ ഹീറ്ററും ഒക്കെ നന്നാക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാ. സൊല്യൂഷൻ എന്താന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, നോ ഡൗട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ റൂൾ ദ വേൾഡ്. ഒരു ഇടുത്തി പോലെ ഡീപ് സീക്ക് എന്ന സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞു. $97 ബില്യൺ വില പറഞ്ഞുകൊണ്ട് എലൻ മസ്ക് അപ്പുറത്തുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പവർഫുള്ളായ സോഫ്റ്റ്വെയറിനെ എല്ലാവരിലേക്കും എത്തിക്കാൻ പാകപ്പെടുത്തുന്ന രീതിയിലേക്ക്, ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഡീപ് സീക്ക് അത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ഡീപ് സീക്കിലിരുന്നു, ചാറ്റ് ജിപിടിയിലിരുന്ന്, കോ പൈലറ്റിലിരുന്നു. മൂന്ന് കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഡീപ് സീക്ക് ഒരു പൈസയുമില്ലാതെ എനിക്ക് ഡീപ്പ് ലേണിങ്ങിനെ സഹായിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഡാറ്റ എടുത്തുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഡാറ്റ തരാൻ കെൽപ്പുള്ള ഡീപ് സീക്ക് ലോകം ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജപ്പാനും ചൈനയും പോലെ രാജ്യങ്ങളിൽ, ചൈനയുടെ പ്രോഡക്റ്റാ ഡീപ് സീക്ക്, ചൈനയുടെ സിഇഒ ആണ്. എന്തുകൊണ്ട് ചൈനയ്ക്ക് അത്ര ശക്തമായ സോഫ്റ്റ്വെയറുകളും പ്രോഡക്റ്റുകളും പുറത്തുവിടാൻ കഴിയുന്നു എന്നൊരു പഠനം പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകർ ചെയ്യണം. എന്തുകൊണ്ട് ജപ്പാന് ഇത്രയും ഹോം അപ്ലയൻസസിന്റെ രാജാക്കന്മാരാകാൻ കഴിഞ്ഞു എന്നത് നമ്മളത് പഠിക്കണം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസവും അവരുടെ വിദ്യാഭ്യാസം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബോധ്യമാകും. ആ ഒരു ബോധ്യത എനിക്ക് വന്നതുകൊണ്ട് എനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം ഈസ്, നമ്മുടെ ക്ലാസ് റൂമുകൾ അടച്ചുപൂട്ടി എല്ലാ സ്കൂളുകളും ഒരു വർക്ക്ഷോപ്പുകളായി മാറുകയും, ആ വർക്ക്ഷോപ്പ് എന്ന സ്ഥാപനം ഒരു സ്കൂളിന് ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടാകും. ഒരു സ്കൂൾ വില്ലേജോ അല്ലെങ്കിൽ സ്കൂളിന് തൊട്ടടുത്ത സ്കൂളിൻ്റെയും ഈ സ്കൂളിൻ്റെയും എന്നുള്ളൊരു പരിധി, ജൂറിസ്ഡിക്ഷൻ. ആ ജൂറിസ്ഡിക്ഷനിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കെൽപ്പുള്ളവരായി ഈ കുട്ടികൾ മാറാത്തോളത്തോളം കാലം ദർ ഈസ് നോ സൊല്യൂഷൻ. ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തു. ആരും ചെയ്യാത്തൊരു എക്സ്പെരിമെന്റ് ഞങ്ങൾ ചെയ്തു. മർക്കസ് ലോ കോളേജിലെ സ്റ്റുഡൻസ്, മർക്കസ് നോളജ് സിറ്റിയിലെ മർക്കസ് ലോ കോളേജിലെ സ്റ്റുഡൻസ് അട്ടപ്പാടി പോലത്തെ റീജിയനിൽ പോയിക്കൊണ്ട് ക്ലിനിക്കൽ എയ്ഡ്, അതായത് ലീഗൽ എയ്ഡ് ക്ലിനിക് ഉണ്ടാക്കി അവർക്ക് ലീഗൽ സപ്പോർട്ട് ഫ്രീ ആയി കൊടുത്തപ്പോഴാണ് ഭീകരമായ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. സോഷ്യൽ ഇനിക്വാലിറ്റിയുടെ ഭീകരമായ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കുട്ടികൾ ആ ധൈര്യം കാണിക്കൂ.
മരുന്ന് കമ്പനികളുടെ ഇരകളായി മാറുന്ന സത്യം പുറത്തുവിടാൻ കുട്ടികൾക്ക് ധൈര്യം വരൂ. ഈ കുട്ടികളെ ക്രിയേറ്റീവാക്കി മാറ്റാൻ കഴിഞ്ഞു. 2, അവർ അപ്പോൾ ചെന്ന് കണ്ട ലീഗൽ എയ്ഡ് ക്ലിനിക്കുമായി ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവർ കണ്ട സങ്കടകരമായ കുറെ അവസ്ഥ മനസ്സിലാക്കി. they felt ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി സാധുക്കളായ പാവങ്ങളായ രോഗികൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഒരു പാലിയേറ്റീവ് കെയർ വേണമെന്ന്. കേരളത്തിൽ ആദ്യമായി മർക്കസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ പാലിയേറ്റീവ് കെയർ തുടങ്ങി പരിസരത്തെ ആശുപത്രികളുമായി കൈകോർത്തുകൊണ്ട്. അലിഫ് ഗ്ലോബൽ സ്കൂളിലെ കുട്ടികൾ അവർ കൃഷി ചെയ്തു. അത് ആദ്യം റെസിസ്റ്റൻസ് ഉണ്ടായത് അധ്യാപകരിൽ നിന്നിട്ടാണ്. സിലബസ് മുടങ്ങിപ്പോകും. നിങ്ങൾ പറയുന്ന സിലബസ് 1 മണിക്കൂർ വെക്കുന്ന സിലബസിന് 20 മിനിറ്റ്സ് കൊണ്ട് പഠിപ്പിച്ച് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. ചാലഞ്ചല്ല. പ്ലീസ് കം ഫോർവേഡ്. നിയാസി സാറിൻ്റെ ഞാൻ സഹായം എടുക്കാം. പദ്യങ്ങളിലൂടെ പഠിപ്പിക്കുന്ന രീതി. അവർ കൃഷി ചെയ്തു. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വന്നത് രക്ഷിതാക്കളിൽ നിന്നാണ്. രക്ഷിതാക്കളെ എംപവർ ചെയ്യേണ്ടി വന്നു. എൻ്റെ മകൻ ചെളിയിലിറങ്ങുന്നത് വലിയ സങ്കടമായി രക്ഷിതാക്കൾ കണ്ടു. അണുക്കൾ ബാധിക്കില്ലേ എന്നാ ചോദിച്ചത്. ചെളിയിലിറങ്ങി അവർ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത ഭക്ഷണം ഫുഡ് ഫെസ്റ്റിവൽ നടത്തി, ഫുഡ് ഉണ്ടാക്കി അവർ എക്സിബിറ്റ് ചെയ്തു. അതിൽ ഒരു കൂട്ടം കുട്ടികൾ ഈ ഫുഡും എടുത്തുകൊണ്ട് തൊട്ട അയൽപ്പക്കത്തുള്ള പാലിയേറ്റീവ് കെയർ ചെന്നുകൊണ്ട്, വൃദ്ധസദനത്തിൽ ചെന്നുകൊണ്ട് അവരെ കൈകൊണ്ട് ഫീഡ് ചെയ്തു. അപ്പൊ ക്രിയേറ്റ് ചെയ്തൊരു എമ്പതി. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ലാതെ പോകുന്ന ഒന്നാണ് എമ്പതി. ഒരാളുടെ ദുഃഖം കണ്ടാൽ അതിൽ പരിതപിച്ചുകൊണ്ട് സൊല്യൂഷനായി പോയി ചെല്ലുക. ഈ കുട്ടികളിൽ ഇത് വളർത്തിയെടുത്താൽ they will be the better citizens. ഇത്രക്കാളും ടെക്നോളജി എനേബിൾമെന്റ്. ഒരു കൃഷി ചെയ്ത് അതിനുണ്ടാകുന്ന ആ നെല്ലെടുത്ത് അത് അരിയാക്കി മാറ്റുന്ന ഏതൊരു ടെക്നോളജിയാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത്? സ്വയം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ഏതൊരു ടെക്നോളജിയാണ് അവർക്ക് സഹായം മാറുക? അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് AI-ൻ്റെ ക്ലാസ്സൊക്കെ വേണം. അതോടൊപ്പം തന്നെ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഈസ് ദ ക്ലാസ് റൂം ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദി പ്രാക്ടിക്കൽ ഹബ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലംസ് ഇൻ ദെയർ ജൂറിസ്ഡിക്ഷൻ. വേസ്റ്റ് മാനേജ്മെന്റ് ആകാം, ഓൾട്ടർനേറ്റീവ് എനർജി ആകാം, വെള്ളത്തിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ആകാം. അലിഫ് ഗ്ലോബൽ സ്കൂളിൽ ഞങ്ങൾ ഒരു വെള്ളത്തിൻ്റെ ലബോറട്ടറി തുടങ്ങാൻ പോകുന്നു. പരിസരങ്ങളിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ടെസ്റ്റ് ചെയ്യണം, അവർ റിപ്പോർട്ട് അവതരിപ്പിക്കണം. ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ഹബ്ബ് സ്കൂൾ ആകത്തോളം കാലം ഈ 37 കോടിക്ക് വേണ്ടി ലെസ് ദാൻ 1% GDP ആണ് ചിലവഴിക്കുന്നതിലും അത് വേസ്റ്റായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് വി ക്യാൻ സപ്പോർട്ട് യു. മർക്കസ് യൂണിവേഴ്സിറ്റി ക്യാൻ സപ്പോർട്ട് യു ഇൻ ദാറ്റ് മാർച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സലാം സർ. സ്കൂളുകളുടെ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, വിദ്യാർത്ഥികളിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എത്രത്തോളം കേരള മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് വർഷമായിട്ട് അംഗമായിട്ടുള്ള ഡോക്ടർ UK നാസർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഡയറ്റ് പ്രിൻസിപ്പൽ കൂടെയാണ്. നമ്മൾ -2 മുതൽ +2 വരെയുള്ള എഡ്യൂക്കേഷനിൽ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രോജക്റ്റുകളെക്കുറിച്ച് രാഷ്ട്രത്തിലും പുറത്തും ഒക്കെ വിവിധ സെമിനാറുകൾ പങ്കെടുത്ത് പേപ്പർ പ്രസൻ്റ് ഒക്കെ ചെയ്ത നാസർ സാർ, സർ, വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദ അവർ related to the Dr. Salam sir has explained the lack of skill in our students in this scenario, sir. ഓക്കെ, എല്ലാവർക്കും ആദ്യമായിട്ട് അഭിവാദ്യം പറയണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷനിലത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഇനോഗ്രൽ അഡ്രസ്സ് നമ്മുടെ ഗോപകുമാർ സാറിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയും കേരളവും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളായിരുന്നു നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലും ഒരുപക്ഷെ തുടർന്ന് ഈ ഒരു സെഷനിൽ സലാം സാറും മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം. നമ്മളെപ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് വളരെയധികം ഊറ്റം കൊള്ളുന്ന ആളുകളാണ്. ഒരുപക്ഷെ ലോക മാതൃകകളോട് താരതമ്യം ചെയ്യുന്നതാണ്. പുതിയ
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ഒരുപക്ഷെ ഇപ്പം മോഡറേറ്റ് ചെയ്ത നാസർ മാഷ് പറഞ്ഞിരുന്ന -2 മുതൽ +2 എന്നുള്ള വാക്ക് പോലും മാറ്റിയിരിക്കുകയാണ്. കുറച്ചുകൂടിയും നന്നായിട്ട് നമ്മൾ K-12 എന്നുള്ളൊരു വാക്ക്, K എന്ന് പറയുന്നത് -2 നിന്ന് മാറിയിട്ട് അതൊരു -5 വന്നിരിക്കുകയാണ്. കുട്ടി ജനിച്ചത് മുതൽ ഉള്ള ആ ആദ്യത്തെ 3 വർഷം അപ് ടു 3 മന്ത് എന്ന് പറയുന്ന ഒരു പ്രായവും പിന്നീട് വരുന്ന 3 വർഷം ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നതിലേക്ക് പ്രീ സ്കൂളിങ്ങിൻ്റെ 3 വർഷവും 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എന്ന് വരുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിലേക്ക് വരികയാണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിരുന്നെങ്കിലും സെക്കൻഡറി സ്റ്റേജ് ആയിരുന്നെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്കറിയാം പുതിയ വിദ്യാഭ്യാസ പോളിസിയിൽ അടിവരയിട്ടുകൊണ്ട് പറയുന്ന 3-4 ഐക്കോണിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിലൊന്ന് എഫക്റ്റീവായിട്ടുള്ള പ്രീ സ്കൂളിംഗ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്ന, അയാളുടെ പേഴ്സണാലിറ്റിയെ ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ ഫങ്ഷനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു 95% ഓഫ് അപ് ടു 95% വരെ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രീ സ്കൂളിംഗ് ഏജാണ്. നമ്മൾ പറയുന്നൊരു 6 വരെയുള്ള ഏജാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോൺ കണക്ടിവിറ്റി പോസിബിൾ ആവുന്നൊരു പ്രായമാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് K-12 എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് പ്രീ സ്കൂളിംഗ് ആണ്. പ്രീ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു മേഖല, അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ്. പ്രീ സ്കൂളിംഗ് എന്നുള്ളതിനപ്പുറമായിട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ്. ഫൗണ്ടേഷൻ സ്റ്റേജിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയായി മാറണം എന്നുള്ളതിൻ്റെ ഡിസൈഡിങ് നടക്കുന്ന പ്രായം എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നാമതാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് നോളജ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുതിയ നോളേജുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കും. അത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുമ്പം, ഇന്ത്യൻ നോളജ് സിസ്റ്റം രാവിലെ ഫൈസി സാറ് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓൾ വേദഗ്രന്ഥം. എല്ലാ വേദഗ്രന്ഥങ്ങളിലും നമ്മുടെ സമൂഹം വളർന്നു വന്നതിൻ്റെ ശാസ്ത്രീയമായിട്ടും അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതും നിലവിലുള്ള സംവിധാനങ്ങളെയും എക്സിസ്റ്റിംഗ് നോളജിനെയും എങ്ങനെയാണ് പുതിയ ഒരു നോളജ് ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ K-12 എഡ്യൂക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം സ്കില്ലിംഗ് ആണ്. സ്കില്ലിംഗ് എന്ന് പറയുമ്പം അത് എല്ലാ തലത്തിലുമുള്ള സ്കില്ലിംഗ് ആണ്. നേരത്തെ ഇപ്പം സലാം സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ജർമ്മനിയുടെയും അതേപോലെ തന്നെ US-ൻ്റെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 60 to 70% they are giving importance for the skilling even in their K-12 education എന്നതാണ്. But whenever we are thinking about the Kerala and India, it is below 5%. 5% പോലും സ്കില്ലിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ സ്കില്ലിങ്ങിലേക്ക് വരേണ്ടതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ജീവിതവും മോരും മുതിരയും പോലെ വേറിട്ട സാധനമാക്കിയിട്ട് ഏതാണ്ട് കഴിഞ്ഞ 90s ശേഷം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ സ്കില്ലിംഗ് എന്ന് പറയുന്നത് എൻ്റെ തലമുറയിലുള്ള 70s തലമുറയെ സംബന്ധിച്ചിടത്തോളം വി ആർ ഗോട്ട് ഇനഫ് റൂംസ് ഫോർ സ്കില്ലിംഗ് ഇൻ അവർ ഹോം. ഒരു കരിക്കുലം എന്ന് പറയുന്നത്, കരിക്കുലം അല്ലെങ്കിൽ ഒരു പോളിസി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ആണ് എങ്കിൽ പോലും ആ പോളിസിയുടെ കരിക്കുലം എന്ന് പറയുന്നതിൻ്റെ 50% ഈസ് ദർ വിത്ത് ദ സൊസൈറ്റി ആസ് വെൽ ആസ് ദ ഹോം. അപ്പം നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോയിട്ടുള്ളതിനോ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും പിന്നോക്കം പോയതിന് നമ്മൾ വ്യവസ്ഥിതിയെ മാറ്റം പറഞ്ഞാൽ പോരെ. വ്യവസ്ഥിതി എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കരിക്കുലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പോളിസികൾ തയ്യാറാക്കിയിരിക്കുന്ന സംവിധാനത്തിന് മാറ്റം പറയുന്നതിന് പകരം ആ ഒരു സമൂഹത്തിന് കൂടി വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. രാവിലെ തന്നെ നമ്മുടെ യൊനപ്പോയയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള റാവു സാറ് സൂചിപ്പിച്ചതുപോലെ, അതിനു മുമ്പേ മറ്റേ ഫൈസി സാറ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, ഒരു വലിയ എക്കോളജിക്കൽ ഒരു എഡ്യൂക്കേഷണൽ നിച്ച് ഈസ് ദർ അറൗണ്ട് ദ മർക്കസ്. IIM ഈസ് ദർ, NIT ഈസ് ദർ, CWRM ഈസ് ദർ, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ദർ, സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ദർ. ഇത്രയും വലിയ ഒരു എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റം, ഒരു നിച്ച് എക്സിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ കരിക്കുലത്തിൽ അവർക്ക് നേടേണ്ട കുറേ ശേഷികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെ ഉപയോഗിച്ചു.
ഇതേപോലെ തന്നെയാണ് പാഠ്യപദ്ധതിയെയും സ്കില്ലിങ്ങിൻ്റെ കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് വീടും സമൂഹവും അതിനു വേണ്ടിയിട്ട് പരുവപ്പെട്ടു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നാലാമതായിട്ട് സ്കില്ലിംഗ് കഴിഞ്ഞതിന് ശേഷം K-12 എഡ്യൂക്കേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ആണിയടിച്ച് പറയുന്നത് വാല്യൂസാണ്. വാല്യൂസ് എങ്ങനെയാണ്, ഇപ്പം മൊറാലിറ്റി എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ വാല്യൂസ് ഇൻകൾക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സാധ്യമാകുക എന്നുള്ളതാണ്. ഇത് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മോഡൽ നമ്മുടെ കേരള വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷനിലും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് നമുക്കറിയാം, കരിക്കുലത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ ഫിലോസഫി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിനാണ്. അത് ഇത്തരത്തിലുള്ളൊരു മാതൃക, ഈവൻ ഫിൻലാൻഡ് മാതൃകയൊക്കെ നമ്മൾ പറയുമ്പം പോലും ഫിൻലാൻഡുമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ 4 മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള ഇടപെടലുകളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അവർ പോലും പറയുന്നത് ദ 2 things are there. Earlier we said that the 2 things are there. Issues are there, solutions are there, but implementation part we are not at all doing. അപ്പോൾ കേരളത്തിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഫിൻലാൻഡിൽ നടക്കുന്നത്. വി ആർ ഇംപ്ലിമെൻറ്റിങ് ഇറ്റ്, ബട്ട് യു ആർ ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് നല്ല ഡോക്യുമെൻറ്റുകളുണ്ട്, നല്ല ഗ്രൂപ്പുകളുണ്ട്, നല്ല പോളിസികളുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ K-12 കരിക്കുലത്തിന് ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില സയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്ന് നമ്മുടെ ഇൻക്ലൂസീവ്നെസ്സും അതേപോലെ തന്നെ ഇക്വിറ്റിയുമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2-3 സ്റ്റഡീസ്, ഒന്ന് അസറിൻ്റെ പഠനം എടുക്കുകയാണെങ്കിലും നാസിലൂടെയുള്ള അച്ചീവ്മെൻറ്റ് മേഖലയിലുള്ള പഠനം എടുക്കുകയാണെങ്കിലും ഇനി നീതി ആയോഗിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് SDG ഗോളുകൾ അറ്റൈൻ ചെയ്തതിൻ്റെ ലെവൽ എടുക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വി ആർ ദ ഫസ്റ്റ് വൺ. കേരളം ഏറ്റവും ടോപ്പാണെന്ന് നമ്മൾ പറയുന്നു. അപ്പം ആ ടോപ്പ് ആവുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ഇക്വിറ്റിക്കും അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനും ക്വാളിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെയും ഇനിയും കുറച്ചുകൂടി അതിനെ ശക്തമാക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മൂന്നാമത് സാറ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം K-12 എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി എന്നാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു റൗണ്ടിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറയാൻ കഴിയുന്നതാണ്. സ്കില്ലിങ്ങും ടെക്നോളജി കൂടി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത്. മറ്റൊന്ന് ഔട്ട്കം ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ലിറ്ററസിയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് മറ്റ് സ്റ്റേറ്റുകളിലും ഏറ്റവും നമ്മൾ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച അധ്യാപകരുള്ള കാര്യമാണ്. ഈ 5 മേഖലകൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് നമ്മുടെ K-12 എഡ്യൂക്കേഷനിൽ വരാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കേവലം ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഈവൻ ഫിലാന്ത്രോഫിക് എഫേർട്സ് ഷുഡ് ബി ദെയർ ഫോർ ദാറ്റ്. പല തരത്തിലുള്ള സംവിധാനങ്ങൾ ചേരുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമായിട്ട് നമ്മുടെ കരിക്കുലത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പം ചൈനയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചൈനയിൽ ഒരു 20 ദിവസത്തെ ഒരു സന്ദർശനത്തിന് കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു. അവസാന ദിവസം വരുമ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഒരു 10-25ഓളം കുട്ടികൾ ഒന്നിച്ച് ഭയങ്കര ഡിസ്കഷൻ, ബഹളം കേട്ട് പോയി നോക്കുമ്പോൾ ഞാൻ ഇവരെ പരിചയപ്പെട്ടപ്പം ദേ ആർ കമ്മിങ് ഫ്രം 10 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. 2 മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരുണ്ട്, എക്കണോമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരുണ്ട്, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്, സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ആസ്പെക്ട്സും അതേപോലെ തന്നെ എത്തിസം പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും വൈഫാങ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ, നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ ആവിർഭാവം ഉള്ള ആ സിറ്റിയിൽ 2 മാസക്കാലം അവരുടെ വർക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു വന്നത് ലാസ്റ്റ് ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണ്. നമ്മളുടെ കരിക്കുലത്തിലൊക്കെ ആണെങ്കിൽ നിയാസ് മാഷ് ഫിസിക്സ് അല്ലാതെ വേറൊന്നും മിണ്ടൂല്ല. മാഷ് അങ്ങനെയല്ല, ഞാൻ തമാശയായിട്ട് പറയാണ്. ഞാൻ ബയോളജി അല്ലാതെ മറ്റൊന്നും മിണ്ടൂല്ല. ബയോളജി അല്ലാത്ത ഷറീഫ് സാറ് മലയാളം അല്ലാത്തൊരു കാര്യം പറയുമ്പോഴേക്ക് പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളെ ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ K-12 എഡ്യൂക്കേഷനിൽ തന്നെ പോസിബിൾ ആകുമ്പോൾ മാത്രമാണ് സ്കില്ലിങ്ങിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ K-12 എഡ്യൂക്കേഷനിൽ ഇനി വരുന്ന 5 വർഷം എന്ന് പറയുന്നത് വളരെ വലിയ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ആഗോളതലത്തിലുള്ള മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. Thank you, Nasir sir. They are implementing, we are discussing. ആ ഒരു കോട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിവേ നമുക്കിനി പോകാനുള്ളത് ഷെരീഫ് സാറിലേക്കാണ്. ഈയിടെ നമ്മൾ റിസാല അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ നമ്മളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ജെൻസെറ്റ്
ജെൻ ആൽഫ, ജെൻ ബീറ്റ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ പ്രശ്നങ്ങളിലാണ്. അത് ആരുടേതാണ് പ്രശ്നം? കുട്ടിയാണോ? പാരൻ്റൽ ഇഷ്യൂ ആണോ? നമ്മൾ ടീച്ചേഴ്സാണോ? ഇത് കൃത്യമായൊരു മറുപടി പറയുന്ന ഒരു വീഡിയോസ് എല്ലാവരിലും എത്തിയിട്ടുണ്ടായിരുന്നു ശരി സാർ. സോ നമ്മളിവിടെ ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് തന്നെയാണ് ഈ ജനറേഷൻ ട്രാൻസ്ഫോർമേഷനെ എടുത്തിട്ടുള്ളത്. ദ സോഷ്യോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദിസ് സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവ്. സോ ഷെരീഫ് സാർ പ്ലീസ്. അസ്സലാമു അലൈക്കും. ഒരു ഹോം കമ്മിങ്ങിൻ്റെ സന്തോഷമാണ് എനിക്കുള്ളത്. എൻ്റെ ഒഫീഷ്യലി പ്രൊഫഷൻ ആരംഭിച്ചത് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും കുറച്ചെങ്കിലും വിദ്യാർത്ഥികളുമാണ് ഇവിടെ ഉള്ളത് എന്നതിലൊരു സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ. എഡ്യൂക്കേഷൻ ഇൻ ദ ട്രാൻസ്ഫോമിങ് സിനാരിയോ എന്ന് പറയുന്നതിലെ ട്രാൻസ്ഫർമേഷനുകളിൽ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഈ ജനറേഷൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. റിസർച്ചിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 15 വർഷത്തെ സ്പാൻ വെച്ചുകൊണ്ട് ഓരോ ജനറേഷനെയും ഇങ്ങനെ ഒരു ചെറിയ തരത്തിലുള്ള വിഭാഗമാക്കിയിട്ട് മാറ്റുന്നത് കൊണ്ടാണ് ജനറേഷൻ ആൽഫ എന്ന വേർഡ് വരുന്നത്. അപ്പോൾ ജനറേഷൻ ആൽഫയുടെ തൊട്ടുമുമ്പായി ജനറേഷൻ സി എന്ന് പറയുന്ന ജനറേഷനുണ്ട്. അതിനു മുമ്പ് എക്സ് ജനറേഷൻ ഉണ്ട്. അതിനു മുമ്പുള്ള വൈ ജനറേഷൻ നമ്മൾ മില്ലേനിയം ജനറേഷൻ എന്നാണ് പറയാറ്. 1996 ശേഷം ജനിച്ച 2010 മുൻപ് ജനിച്ച കുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യരെയാണ് നമ്മൾ ജനറേഷൻ സി എന്ന് വിളിക്കാറ്. 2010 മുതൽ 2024 വരെ ജനിച്ച കുട്ടികളെയാണ് ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. 2025 ശേഷം ഇനി ബീറ്റ ജനറേഷൻ വന്നു തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം. 1990 ഇപ്പോൾ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ 90 കിഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പത്തെ 80 കിഡ്സ്. ഈ കിഡുകൾക്ക് ഒരുപാട് അനുഭവ പരിസരത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാതൽ നോക്കിയാൽ ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന 2010 മുതൽ 2024 വരെ ജനിച്ച കുട്ടികളെ വളർത്തുന്നതും അവർക്ക് അധ്യാപനം നൽകുന്നതും തൊട്ടു മുമ്പത്തെ ജനറേഷൻ സിയുടെയും അപ്പുറത്തുള്ള എക്സ് ജനറേഷൻ അല്ലെങ്കിൽ മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന ആളുകളാണ്. ഈ മില്ലേനിയം ജനറേഷൻ്റെ എക്സ്പീരിയൻസും ആൽഫ ജനറേഷൻ്റെ എക്സ്പീരിയൻസും തമ്മിൽ 45 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. 15 കൊല്ലത്തെ ജനറേഷൻ സ്പാൻ പോലും കുറവാണ് എന്ന രീതിയിൽ അതിവേഗത്തിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് കടന്നു എന്നല്ല, അതിലെ ഒരു കാൽഭാഗമെങ്കിലും സഞ്ചരിച്ചു കഴിഞ്ഞു. അതിവേഗത്തിലാണ്. 1998 ഞാൻ മർക്കസിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ നോക്കിയ എന്ന് പറയുന്നൊരു ഫോൺ, കുന്നമംഗലത്തിന് ശേഷം മാത്രം റേഞ്ച് ഉണ്ടായിരുന്ന ഒരു ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോണിൽ നിന്ന് ഇപ്പോൾ ഈ 2024 എത്തുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മിനി കമ്പ്യൂട്ടേഴ്സാണ്. 2030 ബ്രെയിൻ ഡൗൺലോഡിങ് സിസ്റ്റം വരുമെന്നാണ് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരില്ല. ഞങ്ങളൊക്കെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി. കേട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ബ്രെയിൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിതൊരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചത് അതിന് ലോക്ക് ഉണ്ടാവുമായിരിക്കില്ല എന്നാണ്. കാരണം അത്രമാത്രം നമ്മളുടെ നോളേജ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ഈ ഒരു 15 വർഷത്തെ സ്പാനെ തന്നെ വെച്ച് നോക്കുമ്പോൾ 45 വർഷത്തെ ഗ്യാപ്പുള്ള ആളുകൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാതൽ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഇന്നത്തെ കാലത്തെ കുട്ടികളെ സമീപിക്കുമ്പോൾ അവർ വളർന്നു വന്ന എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കുന്ന ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഈ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ എഡ്യൂക്കേഷൻ സിനാരിയോയിലുള്ള ട്രാൻസ്ഫർമേഷനാണ്, പരിവർത്തനങ്ങളാണ്. ഈ ആൽഫ ജനറേഷൻ പ്രധാനമായും ഒരുപാട് പരിവർത്തനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സി ജനറേഷൻ അനുഭവിച്ചത് അല്ലെങ്കിൽ എക്സ് ജനറേഷൻ അനുഭവിച്ചത് LPG എന്ന് പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ വന്ന മാറ്റമായിരുന്നു. എന്നാൽ ആൽഫ ജനറേഷൻ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ എക്കണോമിക് സിസ്റ്റത്തിൽ മാത്രമല്ല, ഒന്ന് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുന്ന പ്രൊഫഷണലുകൾ ആരാന്ന് ചോദിച്ചാൽ ഒന്ന് പോലീസുകാരാണ്, രണ്ടാമത് ടീച്ചേഴ്സ് വരുള്ളൂ. പോലീസുകാരും ടീച്ചേഴ്സും ഒക്കെ ഈ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു സൊസൈറ്റി എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് ലേൺ ചെയ്യിക്കുന്ന ഒരു ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു സൊസൈറ്റിയെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്നതിൻ്റെ നിയമപാലനം നടത്തുന്ന ആളുകൾ പോലീസാണ്. നിങ്ങൾ പോലീസിനോട് സംസാരിച്ച് നോക്കൂ, അവർ പറയുന്നത് റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. എത്രയും വേഗം റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു, അത്രയും സമ്മർദ്ദമാണ്. അയാൾ ചെയ്ത തെറ്റ് നമുക്ക് മനസ്സിലാവും. കള്ളനെ പിടിച്ചിട്ട് കള്ളൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അവനെ കുനിച്ച് നിർത്തി 4 പൊട്ടിച്ചാൽ ഉത്തരവും കിട്ടും. പക്ഷേ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യാവകാശമല്ലേ.
ടീച്ചേഴ്സ് പറയുന്നത് വിഡ്രോവലാണ് ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ. വെറുതെ എന്തിനാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? പലപ്പോഴും കഴിഞ്ഞ വാട്സപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മെസ്സേജ് 15,000 രൂപയും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്ന കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ 15,000 രൂപയും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്ന അധ്യാപകരുടെ കഥയാണ് ഭയങ്കരമായിട്ട് ഈ അധ്യാപക ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കപ്പെട്ടത്. ഈ മനോഭാവം ഉണ്ടാകുമ്പോൾ ഈ സൊസൈറ്റി ആര് ചേഞ്ച് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോകുന്നത് വലിയൊരു പ്രശ്നമായിട്ട് അവസാനിക്കും. അതിന് ഉത്തരം കണ്ടെത്തിയേ മതിയാവുള്ളൂ. ആ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് എന്താണ് ഈ മാറ്റം എന്ന് തിരിച്ചറിയണം. അതായത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശം, കുട്ടികളുടെ അവകാശം, അതിൻ്റെ വേറൊരു വാക്കാണ് ലിബറേഷൻ എന്ന് പറയുന്നൊരു കാര്യം. ലിബർട്ടി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായിരിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള, വ്യക്തിയുടേതായ രീതിയിൽ സംസാരിക്കാനുള്ള, വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ലിബർട്ടി എന്ന് വിളിക്കുന്നത്. ഈ ലിബർട്ടി ലോകത്തെ പുരോഗതിയുടെ ലക്ഷണമാണ്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ ലിബർട്ടി എത്തണമെങ്കിൽ ലിബർട്ടി തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റി വളരേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം കിടക്കുന്നത്. ഈ അടുത്ത് ഒരു വീഡിയോ കാണാനിടയായി. ഫ്രാൻസിലാണോ ലണ്ടനിലാണോ, അല്ലെങ്കിൽ അത് ക്രിയേറ്റഡ് വീഡിയോ ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഒരാൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി അയാളുടെ വില്ലയിൽ നിന്ന് ഇറങ്ങി വന്ന് രാത്രി 12 മണിക്ക് പടക്കം പൊട്ടിക്കുകയാണ്. രാത്രി 12 മണിക്ക് അയാൾ പൂത്തിരി കത്തിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള വില്ലയിലുള്ള ഒരാൾ താഴേക്ക് ഇറങ്ങി വന്ന് ആംഗ്യം കാണിക്കുന്നു. അയാൾ സംസാരിക്കുന്ന പോലുമില്ല. എനിക്ക് ഉറങ്ങണം, തലവേദന ഉണ്ട്, സൗണ്ട് പ്രശ്നമാണ്, സഹായിക്കോ എന്ന് ആംഗ്യമാണ് കാണിക്കുന്നത്. ആ ആംഗ്യം കാണിച്ചപ്പോൾ ഈ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്ന വ്യക്തി നേരെ തിരിച്ച് അങ്ങനെ ബോ ചെയ്തുകൊണ്ട്, സോറി എനിക്ക് പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ഒരു കൈകൂപ്പലല്ല പൊതുവെ ലോകത്ത് കാണിക്കാറ്, അതുകൊണ്ട് അയാൾ അതിൻ്റെ ഒരു സോറിയുടെ ഒരു ജസ്റ്റർ കാണിച്ചുകൊണ്ട് അയാളുടെ ബാക്കി വന്ന പടക്കമെല്ലാം എടുത്ത് അയാളുടെ വില്ലയിലേക്ക് കയറിപ്പോയി. ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നതിലൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും സംഭവിക്കുക? വേറെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾ എനിക്ക് ഉറങ്ങണം, നിങ്ങൾ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ 10 പടക്കം അയാളുടെ കോമ്പൗണ്ടിലേക്ക് കയറി. എന്നിട്ട് അയാളുടെ സദാചാരവാദിയാന്ന് പറയും. അയാൾ പുതിയ ജനറേഷൻ തിരിച്ചറിയാത്ത ആളാണെന്ന് പറയും. ഇതല്ലേ യാഥാർത്ഥ്യം? അതായത് JS മില്ലിനെ പോലുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നേരത്തെ ഡെമോക്രസി വന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹാനി സിദ്ധാന്തം. എനിക്ക് എൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ള ലിബർട്ടിക്കുള്ള അവകാശമുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത്. നമ്മളുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ലിബറേഷൻ, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇൻഡിവിജ്വാലിറ്റി എന്നാണ്. ഇത് തിരുത്തേണ്ടതില്ല എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷനെ സഹായിക്കാൻ വേണ്ടി നമുക്കൊരു ദുരന്തം കൂടെ വന്നു, കോവിഡ് വരെ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ചിരുന്ന പലതരം ടെക്നോളജികളും അവരുടെ പഠനത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ ഭാഗമായി. ഈ ടെക്നോളജിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം സോഷ്യൽ മീഡിയയുടെ വരവാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സെൻസറിങ്ങും ഇല്ലാത്ത ആർക്കും എന്തും പറയാവുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഒരു അൽഗോരിതത്തിന്, നേരത്തെ നമ്മൾ പറഞ്ഞ AI പോലുള്ളതായിരിക്കുന്ന അൽഗോരിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മെറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ത്രെഡ്സ് ഇത് മുഴുവനും നൽകുന്ന മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ 2023-24 വർഷത്തെ പ്രോഫിറ്റ്, ടേൺ ഓവർ അല്ല, പ്രോഫിറ്റ് $143 ബില്യൺ ആയിരുന്നു. അപ്പം നമ്മൾ ഫേസ്ബുക്കും മെറ്റയും ഒക്കെ ഉപയോഗിക്കും, മെറ്റയുടെ പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ആ കമ്പനിക്ക് $143 കോടി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് മെറ്റയുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോലും നൽകാതെ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നത് പോലും തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കളവായിട്ടുള്ള വീഡിയോ കണ്ട് ഈ വീഡിയോ നമ്മൾ 7 സെക്കൻഡിലധികം സമയം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് അൽഗോരിതം മനസ്സിലാക്കുകയും അതേ തരത്തിലുള്ള 14 വീഡിയോകൾ നമ്മളെ കാണിക്കുകയും ചെയ്യും. അപ്പൊ കളവാണ് കാണുന്നത് എങ്കിൽ 14 തവണ നമ്മൾ കളവ് ആവർത്തിച്ച് അതാണ് സത്യം എന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് നമ്മളുടെ ആൽഫ ജനറേഷനിലെ കുട്ടിക്ക് സംഭവിക്കുന്നത്. കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയ പഠനത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് അവർ ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയും ഉപയോഗിക്കുകയും ഫേസ്ബുക്കിലൂടെ
കളവായ കാര്യങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയും ചെയ്തു. എന്നിട്ട് അവർ പല രീതിയിലുള്ള ആക്രമണകാരികളാവുന്നു. അമേരിക്കയിലെ ഈ നമ്മൾ ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷം അമേരിക്കയിൽ നടന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഓർമ്മയായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നശിപ്പിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, അതിൻ്റെ ഒരു ചാലഞ്ച്. അതിൽ അമേരിക്കയിലെ ഫെഡറൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട ശേഷമാണ് അതിനെ കുട്ടികൾ അവസാനിപ്പിച്ചത് എന്നാണ്. പ്രീഫ്രണ്ടൽ ലോബ് വളരാത്ത കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള അസത്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? അതാണ് ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. മൂന്നാമത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നോളജ് ട്രാൻസ്ഫോർമേഷനാണ്. നോളജ് എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളി എന്നൊരു കാലം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ തക്ഷശില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഉണ്ടായിരുന്ന ഒരു നോളജ്, ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാലത്ത് നോളജ് മൊണോപ്പൊളി ആയിരുന്നു. നോളജ് എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ആ വ്യക്തി അയാളുടെ നോളജ് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അയാൾ സംതൃപ്തനാവണം, അയാൾ ഭയങ്കര സംപ്രീതനായിട്ട് മാറണം. അതുകൊണ്ട് ഗുരുകുലങ്ങളിൽ നടന്നിരുന്നത് ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഗുരുവിൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുക്കുക, താഴെയുള്ളതായിരിക്കുന്ന അടിവാരത്ത് നിന്ന് വെള്ളം കോരിയിട്ട് ഗുരുവിൻ്റെ കുന്നുംപുറത്തുള്ള ഗൃഹത്തിലെത്തിച്ചു കൊടുക്കുക, ഗുരുവിൻ്റെ ഭാര്യയ്ക്ക് വിറക് കീറി കൊടുക്കുക. അങ്ങനെ ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവിൻ്റെ അടിമയെ പോലെ ജോലി ചെയ്തപ്പോൾ ഗുരു പ്രീതിപ്പെട്ടാൽ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു അറിവ്. അതാണ് നോളജ് മൊണോപ്പൊളി കാലം. ഈ മില്ലേനിയം ജനറേഷൻ, ഞങ്ങളുടെയൊക്കെ ജനറേഷൻ പഠിച്ചത് നോളജ് കോമ്പറ്റീഷൻ കാലമാണ്. അതാണ് സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ. നോളജ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനായി മാറുക. അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് മാർക്ക് ഉണ്ടാവണം, PSCയിൽ നല്ല റാങ്ക് വാങ്ങണം. അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ഏറ്റവും മോശമായൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ PSC വിളിച്ചാൽ കൂട്ടുകാരനോട് പോലും പറയാതിരിക്കുക, കാരണം അവനോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നൊരു പ്രശ്നം കൊണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീഷനായിട്ട് അന്ന് ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ചോദ്യപേപ്പർ ആൻസർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ആൾ പോലും കാണാതിരിക്കാൻ നീക്കി വെച്ചായിരുന്നു. കാരണം നോളജ് കോമ്പറ്റീഷനാണ്, എൻ്റെ അറിവ്, എൻ്റെ റാങ്ക് എന്നതായിരുന്നു അന്നത്തെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തി. നോളജ് ഷെയറിങ് ആണിപ്പോൾ. എനിക്കൊരു നോളജ് ഉണ്ട് എങ്കിൽ ഞാൻ ഉടനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്കൊരു അറിവുണ്ടെങ്കിൽ ഞാൻ അതെൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അത് എഴുതിയിടുകയാണ്. നോളജ് ഷെയർ ചെയ്യുക എന്ന ഈ ഒരു കാലത്ത് ജീവിക്കുന്ന ആൽഫ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോളജ് ഷെയറിങ് ആണ്. കൂട്ടുകാരൻ അവൻ അറിവ് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻസർ പേപ്പർ കൂട്ടുകാരന് കാണിച്ചു കൊടുക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങളിപ്പോൾ പരീക്ഷാ ഹാളിൽ കാണുക. കാരണം നോളജ് ഷെയറിങ് കാലത്ത് അങ്ങനെ ആവാനേ കുട്ടിക്ക് പറ്റുള്ളൂ. നോളജ് ഷെയറിങ് കാലത്ത്, നോളജ് മൊണോപ്പൊളി കാലത്തെ അധ്യാപകർ നിലനിൽക്കുകയേയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളെ അടിമകളായി കാണുന്ന അധ്യാപകർ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നോളജ് ഷെയറിങ് കാലത്തെ അധ്യാപകന്റെ റോൾ എന്തായിരിക്കും? ബ്രെയിൻ ഡൗൺലോഡിങ് സിസ്റ്റം കാലത്തെ അധ്യാപകരുടെ റോൾ എന്തായിരിക്കും? ഈ പറയുന്ന തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷന്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കാലത്ത് വിദ്യാർത്ഥികളുടെ ലിബർട്ടിയെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അധ്യാപകർക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും? ഈ ചിന്തയായിരിക്കാം ഒരു പക്ഷേ പുതിയ കാലത്തെ ജനറേഷൻ ആൽഫ കാലത്ത് അധ്യാപകർ നടത്തേണ്ടത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഷെരീഫ് സാർ. ഇനി നമ്മുടെ ഇപ്പോൾ സെൻറ്ററിലിരിക്കുന്ന സ്വാബിർ സഖാഫി. മുമ്പ് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, NITയിൽ നിന്നും BTech അവാർഡ് മേടിക്കുന്ന സ്വാബിർ സഖാഫിയുടെ വീഡിയോസ്. അപ്പോൾ നമ്മുടെ ഈ പാനലിലോട്ട് ഒരു സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ളത് സ്വാബിർ സഖാഫിയാണ്. സ്വാബിർ സഖാഫി, പ്ലീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷെരീഫ് സാർ പറഞ്ഞിടത്തുനിന്ന് തന്നെ ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോളജ് ഷെയറിങ്ങിൻ്റെ ഒരു കാലം, നോളജിൻ്റെ അവൈലബിലിറ്റി പലതരത്തിൽ എല്ലാവരിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. സെർച്ച് എഞ്ചിനുകളുടെ കാലത്തിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോസസ്സിംഗ് ലോകത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രധാന പ്രതിസന്ധികൾ, എത്തിക്കൽ വാല്യൂസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കും. നമുക്ക് ലഭിക്കുന്ന ഓരോ നോളജും, നമ്മുടെ ഓരോ ഇൻഫോർമേഷനും നമ്മുടെ നോളജ് പ്രോസസ്സിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ ഇൻഫോർമേഷനും റോ മെറ്റീരിയൽസാണ്. ഈ റോ മെറ്റീരിയൽ എന്താണ് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നമ്മളൊരു റിസർച്ച് സ്കോളർ ആകുന്ന സമയത്ത് ആദ്യം റിസർച്ച് മെത്തഡോളജിയാണ് പഠിക്കുക.
ശരിക്കും ബി ടെക് കഴിഞ്ഞു, എം ടെക് കഴിഞ്ഞു, PhD ചെയ്യുന്ന സമയത്താണ് എന്താണ് ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു നോളജ് ബേസ്ഡ് കൺസെപ്റ്റ് എന്ന് അക്കാഡമിയിൽ നമ്മൾ പഠിക്കുന്നത്. അതുവരെ നമ്മൾ കാര്യങ്ങൾ പറയുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുന്നു, അതിൻ്റെ എവിടെ പ്ലേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറേയൊക്കെ ധാരണ വരുന്നത് ഈ റിസർച്ച് മെത്തഡോളജിയിലേക്ക് കൂടി നമ്മൾ പോകുന്ന സമയത്താണ്. അപ്പോൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും നോളജ് കിട്ടുന്നു, ഈ കിട്ടിയ നോളജ് എവിടെ പ്ലേസ് ചെയ്യണം? എന്നോടൊരാളൊരു കാര്യം പറയുന്നു, അതിനെക്കുറിച്ച് എനിക്കൊരു വിശ്വാസം ഉണ്ടാവും, അത് അൾട്ടിമേറ്റ് ട്രൂത്താണ് എന്നൊരിക്കലും ഞാൻ ആദ്യഘട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. മിയർ സ്പെക്കുലേഷൻ മുതൽ അബ്സല്യൂട്ട് സെർട്ടനിറ്റി വരെ ഒരു നോളജിൻ്റെ ലെവൽ നമ്മൾ കണ്ടാൽ ഫ്രം 0% to 100% സെർട്ടനിറ്റിയിലേക്ക് ഏത് ഇൻഫർമേഷനെയും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ പ്ലേസ്മെൻ്റ് ആണ് ഒരു നോളജ് പ്രോസസ്സിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതിൽ ഒരാൾക്ക് വീഴ്ച സംഭവിച്ചാൽ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തെ പിന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇവിടെയാണ് അക്കാഡമിയിൽ നമ്മൾ ഓരോ സംഗതിയും, ഇപ്പോൾ സയൻസ്, അതേപോലെ തന്നെ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പൊളിറ്റിക്കൽ വാല്യൂസ്, അതേപോലെ തന്നെ എത്തിക്സ് അടക്കമുള്ള കാര്യങ്ങൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കുകയും അതിനുള്ള സ്കില്ലുണ്ടാവുക എന്നതാണ് ഇനിയൊരു കാലത്ത് ഏറ്റവും പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്ത നോളജ് തരുന്നുണ്ട്, പക്ഷേ അവിടെ രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടി അറൈസ് ചെയ്യുന്നു. ഒന്നാമത്തെ പ്രശ്നം, ഈ കാലം അത്രയും നമ്മുടെ പ്രശ്നം നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത് പ്രോസസ്സ് ചെയ്യുന്ന AI ടൂൾ ഏതർത്ഥത്തിൽ പ്രോസസ്സ് ചെയ്യുന്നു? നമ്മൾ ഈ നോളജിനെ, ഈ കിട്ടിയ ഇൻഫർമേഷനെ ഏതർത്ഥത്തിൽ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ടോ അത് AI ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. പലപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്. ഇന്നലെ രാത്രി ഞാൻ ChatGPT-യുമായി 1 മണിക്കൂർ കോൺവെർസേഷൻ മോഡിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ല രസമാണ്. ChatGPT-യിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ChatGPT-യുടെ വേൾഡ് വ്യൂ വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അശ്അരി തിയോളജി അനുസരിച്ച് കൊണ്ടുള്ള വേൾഡ് വ്യൂവിലേക്ക് എങ്ങനെയാണ് ChatGPT അതിൻ്റെ റെസ്പോൺസ് കാണുന്നത് എന്നത് ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ ആ സംസാരത്തിൻ്റെ ഒടുക്കത്തിൽ ChatGPT പറയുന്ന ഒരു കാര്യം, സയൻസ്, അതേപോലെ തന്നെ നോളജ്, റിലീജിയൻ, എത്തിക്കൽ വാല്യൂസ്, ഇതിനെയെല്ലാം ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് അശ്അരി തിയോളജി ഉള്ളത് എന്നതാണ്. അത് മുത്തലിമികൾ കൂടി ഉള്ളത് കൊണ്ട് ആ മേഖലയിലൊക്കെ നമ്മൾ കുറച്ചുകൂടി പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ എവിടെയാണ് നോളജ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന ഒരു കാര്യത്തിൽ നല്ലൊരു പഠനം, നല്ലൊരു ടീച്ചിങ് ഇരു കാലത്ത് നടക്കേണ്ടതുണ്ട്. പല വീഡിയോകളും നമ്മൾ കണ്ടാൽ, നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഏതൊരു ഇൻഫർമേഷന് ഷെയർ ചെയ്യുന്നൊരു ടീമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഷെയർ ചെയ്യുന്ന നോളജ് ട്രൂ ആണോ? അല്ല, ട്രൂ ആണ് എന്ന് പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സയൻസിലെ ഏകദേശ ലോ നമ്മൾ പറയുന്ന സമയത്ത് അത് ട്രൂ ആയിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ ഡിമാർക്കേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് ഫാൾസിഫയബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് വയലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് പറയേണ്ടത്? കറക്റ്റ് പ്രോസസ്സിങ് നമുക്കുണ്ടാവണം എന്നതാണ് ഈ ജനറേഷനിൽ, അല്ലെങ്കിൽ ഇനിയൊരു ജനറേഷനിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ നോളജ് ഷെയറിങ് വഴി സംഭവിക്കുന്ന പ്രോസസ്സിങ് കപ്പാസിറ്റിയെ കുറിച്ചായിരിക്കും. എനിക്ക് നമ്മുടെ ഒരു സിസ്റ്റം, ട്രഡീഷണൽ സിസ്റ്റത്തിൽ നമ്മൾ നോളജിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം, പ്രത്യേകിച്ചും നമ്മുടെ സുന്നി കമ്മ്യൂണിറ്റിയിൽ അശ്അരി തിയോളജി അനുസരിച്ചുകൊണ്ട് നമ്മൾ നോളജിനെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, അത് ശരിക്കും നമ്മൾ അക്കാഡമിയിൽ കൂടി വരുന്ന സമയത്താണ് അതിൻ്റെ ഒരു പ്രസക്തിയും അതിൻ്റെ ഒരു ബ്രില്യൻസും നമുക്ക് മനസ്സിലാവുന്നത്. ഉലമ സംവിധാനം എങ്ങനെയാണ് നോളജിനെ പ്രോസസ്സ് ചെയ്തത്. പലപ്പോഴും സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്ന സമയത്ത് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ബ്രില്യൻ്റായ ആ വിഷയത്തിലുള്ള മറുപടി പലപ്പോഴും കിട്ടിയിട്ടുള്ളത് ട്രഡീഷണൽ ഉലമയിൽ നിന്നാണ്. പലപ്പോഴും പൊന്മുള ഉസ്താദിനെ പോലെയുള്ള ഉലമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ആൻസർ ശരിക്കും നമ്മൾ റിസർച്ച് മെത്തഡോളജി അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എവിടെയാണ് അതിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കറക്റ്റ് സ്പോട്ടിൽ അതിനെ പ്ലേസ് ചെയ്യാൻ നമ്മുടെ ഉലമായിന് സാധിച്ചിരുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞത്, ഈ ഒരു സാധനത്തെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയ നോളജിനെ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെ പ്ലേസ് ചെയ്യണം. ഒരു സെർട്ടനിറ്റി ലെവൽ നമുക്കിങ്ങനെ വരക്കാൻ കഴിയണം. ആ വരച്ചയിടത്ത് എവിടെ ഇതിനെ പ്ലേസ് ചെയ്യണം. അങ്ങനെ ഓരോ നോളജും നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് എത്താൻ കഴിയുന്ന കൺക്ലൂഷൻ എന്താണ്? ഈ ഒരു പ്രോസസ്സിങ് സ്കിൽ, അത് ഇനിയൊരു കാലത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കും. അതിനെ എങ്ങനെ ഒരാളിൽ സ്ഥാപിക്കാൻ കഴിയും, ആ ഒരു സ്കില്ല് ഒരാൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഗഹനമായ ആലോചനകൾ, വിശേഷിച്ചും ChatGPT അടക്കമുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവൈലബിലിറ്റി എല്ലാവർക്കും ലഭ്യമായ സ്ഥിതിക്ക്, ഇപ്പോൾ അടുത്ത് ന്യൂസ് പേപ്പറിലൊരു സംഗതി വായിച്ചു, അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കോർട്ടിൽ ഡിബേറ്റ് നടക്കുകയാണ്, വാദം നടക്കുകയാണ്.
ആ വാദത്തിൻ്റെ ഇടയിൽ വക്കീൽ ഉന്നയിച്ചൊരു കാര്യം, 6 കേസുകൾ AI വെച്ചുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്നു. ആ 6 കേസുകളും ശരിക്കും AI ഹലൂസിനേഷനാണ്, ഒരു തരം ഹലൂസിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഫാൾസ് ഇൻഫർമേഷൻ ആയിരുന്നു. ഓക്കെ, ഈ പ്രോസസ്സ് ചെയ്ത സാധനം ഫാൾസ് ആണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യുന്നിടത്ത് വിജയിക്കാതെ നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു നോളജിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ട്രാപ്പിൽ പെടുന്നത്. പുതിയൊരു ജനറേഷൻ ഇവിടെ പറഞ്ഞതിൽ നിന്നൊക്കെ വിഭിന്നമായി എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ ബേസുകൾ കൃത്യമായി കഴിഞ്ഞാൽ ഏത് തരം നോളജിനെയും എക്സ്പ്ലോർ ചെയ്യാനുള്ള കപ്പാസിറ്റി പുതിയ ജനറേഷൻ ഉണ്ട്. അത് അവർ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ട്രെയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരാൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കുറേ കാലം അതിനെ പിടിച്ചു വെച്ചു. പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തോട് ചേർന്ന് വരുന്ന സമയത്ത് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അവർ ലോക്ക്ഡ് ആവുന്നു. ഈ ഒരു ഡിലമയിൽ നിന്നായിരിക്കും പലപ്പോഴും ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ വരുന്നത്. ഈ ഒരു കാര്യത്തിലായിരിക്കും ഇനിയൊരു കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്നാണ് തോന്നിയിട്ടുള്ളത്. Thank you, Sobi Sagafi. Now, second round. നമുക്ക് ടൈം പരിമിതമാണ്. 2 minutes കൊണ്ട് സെക്കൻഡ് റൗണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈച്ച് പാനൽസ്. ബേസിക്കലി നമ്മൾ എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേഷൻ ടെക്നോളജി, എത്തിക്കൽ വാല്യൂസ്, ടീച്ചർ ലേണിംഗ് പ്രോസസ് എല്ലാ മേഖലയിലും നമ്മൾ കടന്നു പോകുമ്പോൾ ഇനി ആക്ഷൻ പ്ലാൻ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഡിസ്കഷൻ നടത്തുക മാത്രമല്ല, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ കൂടെയാണ്. ആ ഇംപ്ലിമെൻറ്റേഷൻ്റെ സാധ്യതകളാണ് സലാം സാർ നേരത്തെ പറഞ്ഞത്. MKC they are doing something. So 2 minutes from the wind-up talk from the Dr. Salam sir, please. 945 ഹെവി ഡിസ്ട്രക്ഷൻ ടു ജപ്പാൻ, ബോംബിംഗ്. 947 ഇന്ത്യ ഇൻഡിപെൻഡൻസ്. 2 രാജ്യത്തിനും വേണ്ട സമയം കിട്ടി വളരാൻ. ജപ്പാൻ എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഒരു കാര്യം വ്യക്തമാണ്, വിദ്യാഭ്യാസത്തിന് നല്ല റോള് ജപ്പാൻ കൊടുത്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനം തെളിയിക്കുന്നത് വിദ്യാർത്ഥികൾ, ക്രിയേറ്റീവായിട്ടുള്ള വിദ്യാർത്ഥികൾ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മണ്ണും വാരി കളിക്കലല്ല, അവർ വീട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൻ്റെ പരിസരത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കെൽപ്പുള്ളവരാക്കി മാറ്റിയ വിദ്യാർത്ഥികളിലെ പെർഫോമൻസ് കൂടി എന്നുള്ളതാണ്. എൻഗേജ്മെൻറ്റ് മോഡലാണ് നമുക്ക് ആവശ്യം. എല്ലാ ടൂൾസുകളും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമ്മളെ നെഗറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അതിന് വലിയൊരു പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ കൺക്ലൂഷൻ ചെയ്യുന്നതാണ് പ്രോജക്ട്സ് ബേസ്ഡ് ലേണിങ്ങിലേക്ക് മാറണം. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് നടത്തിയ സ്കൂളുകളൊക്കെ വല്ലാതെ വിജയിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ മെനി സ്കൂൾസ് ഇൻ അമേരിക്ക. എന്താ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്? ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിൻ്റെ മുമ്പിൽ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ അധ്യാപകന് കഴിയണം. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ആ സൊല്യൂഷനുള്ള ഹിൻറ്റ് കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് ആ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണത്തിന് പരിസരത്തെ മലിനീകരണം, വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ വേസ്റ്റ് നോ ലോങ്ങർ എ ത്രാഷ്, ഇറ്റ് ഈസ് എ ട്രഷർ എന്ന് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ച്, അതിലാണ് സയൻസ്, അതിലാണ് ഫിസിക്സ്, അതിലാണ് കെമിസ്ട്രി, അതിൽ മാത്തമാറ്റിക്സ്, അതിൽ എൻജിനീയറിങ് കടന്നു വരുന്നുണ്ട്. അപ്പം ഈ ട്രാഷിനെ, ഈ അഴുക്കിനെ അഥവാ വേസ്റ്റിനെ എക്കണോമിയാക്കി മാറ്റുന്ന ഇതിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചാൽ, ഞങ്ങൾ ഫിൻലാൻഡിൽ നിന്ന് വന്ന ടീമിനെ കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു എന്താണ് വേസ്റ്റ്. ആദ്യം പഠിപ്പിച്ചു എന്താണ് വേസ്റ്റ്. വേസ്റ്റ് എന്നൊരു സാധനം ഇല്ല, എല്ലാം ഡോളറാണ്, എല്ലാം ട്രഷറാണ്. അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാതെ പഠിപ്പിച്ചു. കുട്ടികൾ തുടങ്ങണം. ഒരു മിഠായി കഴിക്കുന്ന കുട്ടി അതിൻ്റെ കവർ കൊണ്ട് അലസമായി വലിച്ചെറിയാൻ പാടില്ല. ആ കുട്ടിക്ക് അറിയണം അവിടെ വിടണം എന്നുള്ളത്. അതെങ്ങനെ പ്രോസസ്സ് ചെയ്ത് മാറ്റണം, അതെങ്ങനെ ഒരു കലാരൂപമാക്കി മാറ്റി എക്കണോമിയാക്കി മാറ്റാമെന്ന് കുട്ടിക്ക് അറിയണം. അല്ല, അധ്യാപകർക്കും വലിയ റോളുണ്ട് അതിൽ. നിയാസിമാഷെ കൊണ്ട് ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് ഒരു ക്ലാസ് നടത്തിയിരുന്നു. എങ്ങനെ ഒരു വേസ്റ്റിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കാം നമ്മൾ കളയുന്ന പേപ്പറിൽ നിന്ന്. ഇത് പഠനത്തിൻ്റെ ഭാഗമായി മാറണം. 945 ജപ്പാനും, അമ്പേ നശിച്ചു പോയ ജപ്പാനും 947 ഇന്ത്യയും, ആ ഇന്ത്യയുടെ അടുക്കളകളിൽ 947 സ്വാതന്ത്ര്യം കിട്ടി കുതിച്ചുയർന്ന ഇന്ത്യയുടെ അടുക്കളയിൽ ഇന്ന് ജപ്പാൻ്റെ എക്യുപ്മെൻറ്റ്സ് കണ്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു ജനതയെ നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് മാറാത്തോടത്തോളം കാലം ദാറ്റ് ഇസ് സ്റ്റാർട്ട് ഫ്രം ദ സ്കൂൾ. ഇപ്പോൾ സ്കൂളിൽ എന്തായി മാറണം? പ്രോജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിൽ അവർ സഹായിക്കുക. അവിടെ ടൂൾസ് ഉപയോഗിക്കട്ടെ. അവർ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അവരുടെ ആ ഒരു കണ്ടുപിടുത്തത്തെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിക്കട്ടെ. ഒരു പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ മനോഹരമായി ഒരു ആക്സെപ്റ്റബിൾ ആക്കി മാറ്റാമെന്ന് പഠിപ്പിക്കട്ടെ.
അതിൻ്റെ എക്കണോമിക് ഫിൻലാൻഡുകാർ ഞങ്ങളോട് പ്രോമിസ് ചെയ്തതല്ലേ, വന്നിട്ട് ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ, ഒരു പെട്ടിക്കടയിൽ ഇരുന്നു കൊണ്ട് കാശ് മേടിച്ചുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കുട്ടികൾ എത്രയുണ്ട്? മനപ്പാടം ആയിരുന്നല്ലോ നമുക്ക് കണക്കൂട്ടിൽ, വലിയ പട്ടിക നമ്മൾ ചെറുപ്പത്തിൽ കൂട്ടുമായിരുന്നല്ലോ. ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. ദർ ഇസ് നോ എൻഗേജ്മെൻറ്റ് മോഡൽ. We need to develop an engagement model similar to what Japan has achieved from 1945, similar to what China has achieved. ഇന്ത്യ 40 ഇരട്ടി വളർന്നു. ഇന്ത്യൻ കമ്പയർഡ് ടു ഇന്ത്യ 2019 23 കണക്ക് വെച്ച് നോക്കുമ്പോൾ 19 നിന്ന് 23 വളർന്നപ്പോൾ 40 ഇരട്ടി വളർന്നു ചൈന. ചൈനയുടെ കുട്ടിക്കും പ്രായം ചെന്നവർക്കും ജോലിയുണ്ട് അവിടെ, നമുക്ക് ജോലിയില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി പ്രപ്പോസിങ് to have a transformative age, we need to have a very strong project-oriented learning, by which I mean, let our students solve the problems which the community around their school is facing. And വെറുതെ പറഞ്ഞു പോകുകയല്ല, Marcus University is ready to support you. Any school wanted such support, we are ready to come and help you. Thank you so much. Thank you, sir. Nasa sir, can you go to your conclude note, please? എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു സ്കില്ലിംഗ് മേഖലയിലേക്കും അതേപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമ്മളുടെ എല്ലാവരുടെയും ഒന്നിച്ചു ചേർന്നുള്ള ഇടപെടൽ നടക്കേണ്ട ഒരു 10 മേഖലകൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിലൊന്ന് സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ സ്കില്ലിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് അറൗണ്ട് ഐ തിങ്ക് 30 സ്കൂൾസ് ഓർ സംതിങ് ഈസ് ദർ ഇൻ ദ കാലിക്കറ്റ് ടൗൺ, കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ഇറ്റ് സീംസ്. അപ്പം അത്തരം സ്കൂളുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഈ സ്കില്ലിംഗ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാരലൽ സംവിധാനം കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലും സ്കൂളുകളിലൊക്കെ ആവാം, ഈവൻ പബ്ലിക് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യുന്നിടത്തൊക്കെ തന്നെ എങ്ങനെയാണ് ഫൗണ്ടേഷൻ സ്കില്ലിങ്ങിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വൊക്കേഷണൽ ഇൻ്റഗ്രേഷൻ്റെ പോസിബിലിറ്റി എത്രത്തോളം എന്നുള്ളത് നിലവിലുള്ള കരിക്കുലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതിനെ പറ്റിയുള്ള നല്ല അന്വേഷണവും കൃത്യമായ ഗവേഷണങ്ങളും നടക്കണം. മൂന്നാമത്തെ കാര്യം, സ്കൂൾസ് ആർ ദ ക്രാഡിൽ ഫോർ ഓണ്ടർപ്രണർഷിപ്സ് ഐ തിങ്ക്. അപ്പം ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സാധ്യതകൾ വിദ്യാലയങ്ങളിലും അതേപോലെ തന്നെ ഈ K-12 ഏജിലേക്ക് നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കണം. മറ്റൊന്ന് ഇൻഡസ്ട്രി വേഴ്സ് അക്കാഡമി. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ മർക്കസിന് തന്നെ നിയർ ബൈ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആ രീതിയിലേക്കുള്ള നമ്മുടെ ഈ എല്ലാ തരത്തിലുള്ള പഠനങ്ങളെയും ആ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. മറ്റൊന്ന് ലീവറിങ് ലോക്കൽ ഇക്കോണമിയെ ലീവർ ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്കും കാര്യങ്ങളിലേക്കും ആലോചിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഫണ്ടിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്കില്ലിങ്ങിന് സഹായകമാകുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കസ് സ്കൂളുകളിൽ ഐ തിങ്ക് അറൗണ്ട് 4 or 5 സ്കൂൾസ് ഹാവ് അഡൽട്ട് ടിങ്കറിങ് ലാബ്സ്. അഡൽട്ട് ടിങ്കറിങ് ലാബ്സ് ആർ ദ കമ്മ്യൂണിറ്റി ലാബ്സ്. ശരിക്കും കമ്മ്യൂണിറ്റി ലാബാണ്, സ്കൂളിൽ മാത്രമുള്ളത് പോലും അല്ല. അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ എങ്ങനെ നമുക്ക് ഈ ലോക്കൽ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലോക്കലായിട്ടുള്ള സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. മറ്റൊന്ന് കൾച്ചറൽ ഷിഫ്റ്റാണ്. ഇപ്പം അത് നേരത്തെ പറഞ്ഞ 3 സെഷനിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ രീതിശാസ്ത്രങ്ങളിലും നമ്മുടെ ഇതിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി 4.0ക്ക് അക്കമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ളൊരു കൾച്ചറൽ ചേഞ്ചാണ്. ലാസ്റ്റ് പോളിസി ആൻഡ് സപ്പോർട്ട് സിസ്റ്റമാണ്. അത് ഫ്രം ദ ഗവൺമെൻറ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ ദർ ഷുഡ് ബി ദിസ് കൈൻഡ് ഓഫ് എ ഫണ്ടിങ് സിസ്റ്റം ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഷുഡ് ബി ദർ. ഈ ഒരു 10 പോയിന്റുകൾ നമുക്ക് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് വലിയൊരു ചേഞ്ച് ഈ ഒരു K-12 എഡ്യൂക്കേഷൻ മേഖലയിൽ നമുക്ക് ടെക്നോളജി ഇൻ്റഗ്രേഷനിലും പുതിയ ഒരു തലമുറയെ സ്കില്ലിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നതിന് സഹായമാകുമെന്നാണ് തോന്നുന്നത്. താങ്ക് യു സർ. ഷെരീഫ് സർ പ്ലീസ്. ഈ ആൽഫ ജനറേഷൻ്റെ കാലത്ത് സാമൂഹ്യ ഇടപെടൽ കുറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെതാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടേതോ സ്ഥാപനത്തിൻ്റെതോ അല്ല, എല്ലാവരുടേതും കൂടിയാണ്. അപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആൻറ്റി സോഷ്യലായിട്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് എൻ്റെ മക്കളല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ടീച്ചിങ് എന്ന് പറയുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ചോയ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തൊട്ട് മുമ്പത്തെ, അതായത് മില്ലേനിയം ജനറേഷനിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് 80കളിൽ
SSLC പരീക്ഷ ഒക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾ ചോയ്സ് ചെയ്തിരുന്നത് TTC പോലുള്ള കോഴ്സുകളായിരുന്നു. എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ അശോകൻ എന്ന് വെച്ചാൽ പിന്നീട് യൂണിവേഴ്സിറ്റി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം 87%, അന്ന് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് 80% പറഞ്ഞാൽ 87% ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് SLCക്ക്. NDAക്ക് അഡ്മിഷൻ കിട്ടി, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടി. അവിടെ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ട് അന്ന് 10th കഴിഞ്ഞാൽ NDAക്ക് അഡ്മിഷൻ കിട്ടും. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടിയ അശോകൻ അന്ന് സെലക്ട് ചെയ്തത് TTC ആണ്. എന്നിട്ട് നൊച്ചാട് സ്കൂളിൽ ജോയിൻ ചെയ്തു. 18 വയസ്സാവാൻ വേണ്ടി 3 മാസം കാത്തിരുന്നു. അത്രയും ജോലി സാധ്യത ഉണ്ടായിരുന്നു. നമ്മുടെ UP സ്കൂളിലെ അധ്യാപകർ എന്ന് പറയുന്നത് ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള അധ്യാപകരായിരുന്നു ആദ്യം വന്നിരുന്നത്. ഇന്ന് തല തിരിഞ്ഞാണ്. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെ TTC, ഇപ്പോൾ നാസർ സാർ TTCയുടെ പ്രിൻസിപ്പൽ കൂടിയാണ്. അവിടെ BTech കഴിഞ്ഞിട്ട് വേറൊരുപാട് കോഴ്സുകൾക്ക് പോയി നോക്കി, അവിടെ ഒന്നും പ്രൊഫഷൻ വിജയിക്കാതിരിക്കുമ്പോൾ BTech കഴിഞ്ഞിട്ട് TTC DLEDന് വന്ന് ചേർന്ന കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും ലീസ്റ്റ് ചോയ്സ് ആയിട്ട് ടീച്ചിങ് മാറി. മൂന്നാമത്തേത് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സിന് ഇപ്പോൾ ധാരാളമുണ്ട്. വളരെ ചെറിയ, നേരത്തെ അധ്യാപകർക്ക് ശമ്പളം വളരെ കുറവായത് കൊണ്ടുണ്ടായിരുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പം അത് മാറി, നല്ല ശമ്പളമാണ് ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരു വളരെ 2-3% മാത്രം ആളുകളാണ് അധ്യാപനേതര ജോലികൾ ചെയ്യുന്ന ആളുകളുള്ളത്. പക്ഷേ ആ 3% വെച്ചുകൊണ്ട് സമൂഹം മൊത്തം അധ്യാപകരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അധ്യാപകർ ക്ലാസ്സിൽ പോവാതെ ബിസിനസ് ചെയ്ത് നടക്കുന്നവരാണ്. അധ്യാപകർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചറിന് പറ്റാത്ത ആളുകളാണ്. ഇത് 52 ദിവസം നീണ്ടു നിന്ന ഒരു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരമുണ്ടായിരുന്നു. ആ സമരത്തിന് ശേഷം സമൂഹത്തിനുണ്ടായിരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അധ്യാപകർ എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നവരാണ്, സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നവരാണ്. എന്നാൽ പുതുതലമുറ അധ്യാപകരും പുതുതലമുറ ജോലിക്കാരും ഒന്നും അങ്ങനെയല്ല. തീർച്ചയായും ഡെഡിക്കേറ്റഡ് ആയിട്ട് അധ്യാപനം നടത്തുന്നവരാണ്. ആ അധ്യാപകരെ വിശ്വസിക്കാതെ ഒരു സമൂഹത്തിന് മാറാൻ കഴിയില്ല. അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കുട്ടികളെ മാറ്റാൻ പറ്റുക. വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മുന്നിലെ ചക്രം വിദ്യാർത്ഥിയാണ് എങ്കിൽ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ടത് രക്ഷിതാവും സമൂഹവും എന്ന ചക്രവും ടീച്ചർ എന്ന ചക്രവുമാണ്. ഈ 2 ചക്രമാണ് ഒരേപോലെ പ്രവർത്തിക്കേണ്ടത്. മുന്നിലെ ചക്രം സ്വതന്ത്രമായി പോകുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ, സൊസൈറ്റി, ഈ 2 ചക്രവും ഒരേപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അധ്യാപകരോടൊപ്പം സമൂഹം നിൽക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്നാണ് ഞങ്ങളുടെ തോന്നലുകളിൽ നിന്ന് അവതരിപ്പിക്കാനുണ്ട്. താങ്ക് യു ഷെരീഫ് സാർ. സാബിർ സഖാഫി ഉസ്താദ്, എത്തിക്കൽ പെർസ്പെക്റ്റീവിലെ കൺക്ലൂഡ് നോട്ട് പ്ലീസ്. നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നെടുത്ത് പലപ്പോഴും നമ്മൾ നിലനിൽക്കുന്നൊരു സെനേറിയോയിൽ നിന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എടുത്തുകൊണ്ട് എന്താണ് ഇനി വരാൻ പോകുന്ന ഇഷ്യൂ എന്ന് ഫോർകാസ്റ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ എവല്യൂഷനിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സെമിനാറുകളിൽ, സിമ്പോസിയങ്ങളിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് സെനേറിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന ഒരു കാലത്ത് സെനേറിയോ മാറിയിട്ടുണ്ടാവും. അന്ന് നമ്മൾ വീണ്ടും ഇത്തരം ചർച്ചകൾ നടത്തേണ്ടി വരും. ഇപ്പം നേരത്തെ ഏജ്ഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ജപ്പാനിൽ ഏജ്ഡ് ഗ്രൂപ്പിൻ്റെ വർധനവ് വലിയൊരു ഇഷ്യൂ ആയി മാറിയത് നമ്മൾ അറിഞ്ഞു. അവിടെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ കാലത്ത് സംഭവിച്ചത്? ഇപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് എന്നത് കുറച്ചുകൂടി വ്യാപകമായ രൂപത്തിൽ അതിൻ്റെ ഒരു മേഖലകൾ ഒരേ സമയത്ത് തന്നെ റിസർച്ചിൽ വരിക എന്നത് ഇനിയൊരു കാലത്ത് പ്രധാനമായിരിക്കും. ഇപ്പോൾ സുനിത വില്യംസ് സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങി. കുറച്ച് കഴിഞ്ഞ വർഷം ഞാൻ LPSCയിൽ ഒരു കോൺഫറൻസിന് പോയ സമയത്ത് അന്ന് അവിടുന്ന് സാറ് പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരാൾ എങ്ങനെ സ്പേസ് സ്റ്റേഷനിൽ എത്തും എന്നത് നമ്മൾ ടെക്നോളജിക്കലി റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന സമയത്ത് അവിടെ എത്തുന്ന ഒരാളിൽ ബയോളജിക്കലി എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള റിസർച്ച് ഇല്ലാത്ത കാലത്തോളം നമ്മൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും സുനിത വില്യംസിൽ നമ്മൾ കാണുന്നത്. അവിടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു എക്സ്പേർട്ടിന് മാത്രമേ എങ്ങനെയാണ് ബയോളജിക്കലി ആ ഒരു സ്റ്റേഷനിൽ എങ്ങനെയാണ് ഈ ബോഡി പെരുമാറുക എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതേപോലെ തന്നെയുള്ള ഇൻ്റർ ഡിസിപ്ലിനറി ആലോചനകൾ കൂടുതൽ വ്യാപകമാക്കുകയും ഈ ഇൻ്റർ ഡിസിപ്ലിനറി എന്നത് സോഷ്യോളജിയിലും അതേപോലെ തന്നെ എക്കണോമിക് പെർസ്പെക്റ്റീവിലും പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലും ഈവൻ ഒരു ടെക്നോളജിക്കൽ റിസർച്ച് നടത്തുന്ന ഒരാൾക്കും ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ ധാരണ ഉണ്ടാവണം. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഏജ് ഗ്രൂപ്പിൻ്റെ വർധനവിൽ ജപ്പാനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്
ഈ ഡീപോപ്പുലേഷൻ എന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള എലമെൻറ്റുകളെ ഒരു കാലത്ത് പരിഗണിക്കാതിരുന്നു എന്ന് നമുക്ക് പഠനങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അതിനെ അന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ സ്കേഴ്സിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അന്ന് ആ ആലോചനകൾ മൾട്ടി ഡയമെൻഷനിൽ ആകാതിരുന്നതിൻ്റെ ഫലം ഇന്ന് പലയിടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹാം പ്രിൻസിപ്പിൾ പോലെയുള്ള കാര്യങ്ങളെ ആ അർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഹാം എന്ന് പറയുന്നത് നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഹാമാണ്. കുറച്ചുകൂടി ബ്രോഡായി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്ന പല കാര്യങ്ങളും സമൂഹത്തിന്, സൊസൈറ്റിക്ക്, ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ പഠനങ്ങൾ നടക്കുകയും നോളജ് കൈമാറ്റം ചെയ്യപ്പെടുകയും വിശാലമായ അർത്ഥത്തിൽ നോളജ് ഷെയറിംഗ് നടക്കുകയും അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുകയും ചെയ്തുകൊണ്ട് പുതിയൊരു കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക എന്നതായിരിക്കും ഏറ്റവും മികച്ച പരിഹാരങ്ങളുടെ പ്രാഥമികമായ സ്റ്റെപ്പ് എന്ന് വിലയിരുത്തുന്നു. താങ്ക് യു. ദിസ് ഈസ് ദ ടൈം ഫോർ ഡിസ്റ്റിങ്ഷ്ഡ് ഓഡിയൻസ്. നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തു. നമ്മൾ ചർച്ച ചെയ്യുന്നവർ മാത്രമല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർ കൂടെയാണ്. ഓഡിയൻസ്, there are teachers, there are administrators, there are different categories are inside. Please, okay, Nia Saro. ഇത് കുറച്ച് സാർ, ഇതിൽ അസ്സലാം വലൈക്കും, 37 കോടി കുട്ടികളെ 12th വരെ പഠിപ്പിക്കുമ്പോൾ എന്ത് കിട്ടി? സലാം സാർ കൃത്യമായിട്ട് അത് പറഞ്ഞു. ഒരു പ്രാക്ടിക്കൽ ഹബ്ബ് ഉണ്ടാക്കണം അല്ലേ? ഇവിടെ നിരവധി ഏരിയ നിങ്ങൾ ചർച്ച ചെയ്തു. സ്കില്ലിംഗ്, അതുപോലെ തന്നെ ജനാൽഫയെക്കുറിച്ച് പറഞ്ഞു, ബ്രെയിൻ ഡൗൺലോഡിങ് വരാൻ പോവാമെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ കുട്ടിക്ക് ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന റിയാലിറ്റിയിൽ പ്രാക്ടിക്കൽ എഫക്റ്റാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഞാനൊരു പ്രധാന അധ്യാപകനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ ആ പ്രാക്ടിക്കലി ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന കുട്ടിക്ക് അവകാശങ്ങൾ അറിയാം, കടമകൾ അറിയില്ല. നമ്മൾ എന്ത് മാറ്റമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക്, ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് മാറിയില്ലേ, എന്ത് മാറ്റമാണ് കൊണ്ടുവന്ന് എന്തും ചെയ്യാമെന്ന കുട്ടികളുടെ ചിന്ത ഇവിടെ ചർച്ച ചെയ്തു. നേരത്തെ പറഞ്ഞു നമ്മൾ ആ ചിന്ത ഇപ്പോഴും ഇല്ലേ? ക്ലാസ് റൂമിൽ അനുഭവിക്കുന്ന അധ്യാപകനല്ലേ? അതിൽ അധ്യാപകർക്ക് എങ്ങനെ മാറ്റം എന്നുള്ളത് DLEDനും BEdനും കരിക്കുലത്തിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഈ 2 ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ഓരോ കുട്ടിയെക്കുറിച്ച് ഓരോ കുട്ടിയെ എടുത്തിട്ട് അനുഭവങ്ങൾ പറയാൻ വേണ്ടി സമയമില്ലാത്തതുകൊണ്ടാണ്. ഹിൻസ്റ്റ ഒരു പ്രോബ്ലം അല്ലേ? ഫോളോവേഴ്സിനെ തിരഞ്ഞാൽ കുട്ടികൾക്ക് തിരിയാൻ പറ്റും. കുട്ടി വഴിമാറി ചിന്തിക്കാനുള്ള കാരണം ഹിൻസ്റ്റ അല്ലേ? എന്താ നമ്മൾ കൊടുക്കുക? അതുപോലെ നോളജ് കോമ്പറ്റീഷനാണ്, നോളജ് ഷെയറിംഗ് ആണ്. ക്ലാസ് റൂമിൽ മാത്രമല്ല, പരീക്ഷാളിൽ പോലും നോളജ് ഷെയറിങ് ചെയ്യുകയാണെങ്കിൽ കോപ്പി അടിക്കാൻ സഹായം ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ എവിടെ നിൽക്കും അധ്യാപകൻ? പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താ? അതുപോലെ പിന്നെ നോളജ് അക്വയർ ചെയ്യണം, പ്ലേസ് ചെയ്യാൻ കറക്റ്റ് സ്ഥലം വേണം എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ആ പ്ലേസിങ് എങ്ങനെ അതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? വരേണ്ടതല്ലേ? മാറിയ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണ്ടേ എന്നുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ. സലാം സാർ ലാസ്റ്റ് പറഞ്ഞു ക്രിയേറ്റിവിറ്റി, എൻഗേജ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞു അല്ലേ? ആ മോഡലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രാക്ടിക്കൽ ഹബ്ബാക്കാൻ ഞാനൊക്കെ വിനയത്തോട് കുറവ് പറയാം. ഞങ്ങളൊക്കെ പ്രാക്ടിക്കൽ ഹബ്ബാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാറെന്ന് കണ്ടില്ലേ, നീന്തൽ കുളമാണെങ്കിലും പിന്നെ കൃഷിത്തോട്ടാണെങ്കിലും അതുപോലെ പിന്നെ പെത്തറാപ്പി ആയിട്ട് നമ്മുടെ ഫിഷ് പോണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് കുട്ടികൾ ചെയ്യുമ്പം കിട്ടുന്ന അനുഭവങ്ങൾ, അവർ മണ്ണിലിറങ്ങാണ്, ചളിയാവുകയാണ്. സാറ് നേരത്തെ പറഞ്ഞു തന്നെ. അപ്പോൾ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ കുട്ടി സ്വയം പഠിക്കുന്ന ഒരു രീതി, സംവിധാനം നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ DLEDനും BEdനും കരിക്കുലത്തിൽ തന്നെ മാറ്റം വരുത്തി അതുപോലെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോടുകൂടെ തന്നെ കുട്ടിയിലും ആ മാറ്റം വരുത്താനുള്ള പാഠ്യപദ്ധതി ആക്കണ്ടേ? സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് പ്രൊജക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഹബ്ബാക്കി മാറ്റാൻ ഇതൊക്കെ വേണ്ടേ? അതല്ലേ ഫൗണ്ടേഷൻ സ്കില്ലായിട്ട് മാറേണ്ടത്? അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് സിനാരിയോ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുമല്ലോ. ആദ്യം മാറേണ്ടത് എവിടെ എന്നുള്ള ചോദ്യം. ഈ 2 കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഇപ്പോഴും പലതും മാറ്റം വരാൻ ഇനിയുമുണ്ട്. അതിനെന്താ സാർ പറയാനുള്ളത്? ഈ ചോദ്യത്തിന് എല്ലാവരും മറുപടി പറയേണ്ടതാണ്. ഞാനൊന്ന് തുടങ്ങാം. ഒന്ന്, നമ്മുടെ ഈ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു നേരത്തെ. ഇപ്പം അത് മാറിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുന്നൊരു കാര്യമാണല്ലോ നമ്മൾ ഈ പറയുന്ന ബോധനം എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കിടക്കുന്നത് ടീച്ചറും കുട്ടിയും തമ്മിലുള്ളതാണ്.
ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടെക്നോസാവി ചൈൽഡും അതേപോലെ തന്നെ ടെക്നോളജിയിലേക്ക് മൈഗ്രേറ്റ് വന്നിരിക്കുന്ന ടീച്ചറും. ഇപ്പം ഇൻസ്റ്റയുടെ സാധ്യതകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ സാധ്യതകൾ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിന് നമ്മളീ പറയുന്ന നേരത്തെ ഷെരീഫ് സാറ് പറഞ്ഞതുപോലെ കോർട്ടെക്സിൻ്റെ ഈ ഫ്രോണ്ടൽ ലോബ് വേണ്ടത്ര വളരാത്ത കുട്ടിയെ ഈ ഒരു സംവിധാനത്തിന് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് ലേൺ ചെയ്യാനുള്ള നമ്മളുടെ ഒരു പരിമിതി, അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഒരു പരിമിതി വല്ലാത്തൊരു ഘടകമാണ്. അത് ഇൻസ്റ്റയിൽ മാത്രമല്ല, എല്ലാ ടെക്നോളജിയിലും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കരിക്കുലത്തിൽ ഏറ്റവും വലിയൊരു ഇടപെടൽ നടക്കേണ്ടത് ടീച്ചർ ട്രാൻസ്ഫോർമേഷനാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ ട്രാൻസ്ഫോർമേഷനാണ്. രണ്ടാമത്തെ കാര്യം അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള PBL പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അവിടെയും PBL എന്ന് പറയുന്നത് പുതിയ സംവിധാനമൊന്നുമല്ല, പുതിയ കരിക്കുലത്തിൽ വന്നോ അല്ലെങ്കിൽ NEP സാധനമൊന്നുമല്ല. ലോകത്ത് പല രാജ്യം, ഉദാഹരണത്തിന് ആസ്ട്രേലിയയിലാണ് ഏറ്റവും ബെസ്റ്റ് കരിക്കുലങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലം, ഏറ്റവും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കരിക്കുലങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ കരിക്കുലങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുട്ടിയുടെ ജീവിതഗന്ധിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആക്കിയിട്ട് മാറ്റണമെങ്കിലും ആരതിന് വേണം? ടീച്ചർ മാറിയേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ ടീച്ചർ എന്ന് പറയുന്ന നേരത്തെ പോലെ തന്നെ ഒരു കൺവെൻഷനൽ സിസ്റ്റത്തിലൂടെ വന്ന് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളതും അതാണ് ഏറ്റവും നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നുള്ള രീതിയിൽ തുടർന്ന് പോകുന്ന ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ്റെ ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നം തന്നെയാണെന്നാണ് ഒരു കാര്യം. തീർച്ചയായിട്ടും പുതിയ പാഠ്യപദ്ധതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ 60% പിന്നെ കരിക്കുലത്തിൽ പിന്നെ വൊക്കേഷണലൈസേഷനും സ്കില്ലിങ്ങിനും പ്രാധാന്യം കൊടുക്കുന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു ഷിഫ്റ്റിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് വലിയ മാറ്റങ്ങൾ, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന് പരിമിതി ഉണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും ദേശീയ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒക്കെ തന്നെ സ്കില്ലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം ഇൻസ്പയർ പോലുള്ള പരിപാടി, YIP പോലുള്ള പരിപാടി, ഇതൊക്കെ തന്നെ ആശയങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ആശയങ്ങളുടെ പ്രൊഡക്ഷനിലൂടെയാണ് സമൂഹത്തിന് മൊത്തം മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പിന്നെ ഇതിനൊരു മറുപടി പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നീട്ടി പറയേണ്ടതുണ്ട്. അതിലൊന്ന്, നമ്മൾ യൂറോ കേന്ദ്രീകൃതമായിരിക്കുന്ന വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളാണ് നമ്മളിപ്പോൾ കേരളത്തിലടക്കം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് റഷ്യയിലാണ് വന്നതെങ്കിലും അതിനെ പ്രചരിപ്പിച്ചത് യൂറോപ്യനായിരുന്നു. അവിടുത്തെ ഒരു സംവിധാനങ്ങളോ സൗകര്യങ്ങളോ അല്ല ഇന്ത്യ പോലുള്ളതായിരിക്കുന്ന ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തുള്ളത്. നമ്മളുടെ ക്ലാസ് മുറിയിൽ കൺസ്ട്രക്റ്റിവിസം നടപ്പിലാക്കുന്നപ്പോൾ ലോകത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് 25 കുട്ടികൾക്കാണ് എങ്കിൽ അതേ കൺസ്ട്രക്റ്റിവിസം നമ്മൾ 65 കുട്ടികൾക്ക്, ഹയർ സെക്കൻഡറിയിലൊക്കെ ഇപ്പോൾ 65 കുട്ടികളാണ് ഒരു ക്ലാസ് മുറിയിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ വന്നാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പോളിസിയാണ് ഇവിടെയുള്ളത്. അത്രയും നീണ്ട ഒരു സമൂഹത്തോട് അധ്യാപകർ കൺസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എളുപ്പവഴിയായിട്ടുള്ള ലെക്ചറിലേക്ക് അവർ മാറിപ്പോകും. ഒന്നതാണ്. രണ്ടാമത്തേത്, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളും ആ രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ നേരത്തെ മുഹസിൻ സാർ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒമാനിൽ വർക്ക് ചെയ്തതാണ്. അതിൻ്റെ മുമ്പ് പിന്നെ ബഹ്റൈനിൽ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യം നാട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് വല്ലാത്ത അവസ്ഥയാട്ടോ, മക്കളെ നമ്മൾ ബഹുമാനിക്കേണ്ട രീതിയിലാണ് അവിടത്തേത്, നമ്മളൊന്നും ചെയ്യാനും പാടില്ല, ചീത്ത പോലും പറയാൻ പാടില്ല. അത് മുഹസിൻ സാറ് പോയത് ഒരു 15-20 വർഷം മുൻപാണ്. അപ്പം നമ്മളിപ്പോഴും ആ 20 വർഷം മുൻപ് ഒമാനിലോ ബഹ്റൈനിലോ എത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കുട്ടികളുടെ അവകാശത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തത്. കേരളത്തിൽ അധ്യാപകൻ ഇപ്പോഴും അധികാര സ്വഭാവത്തോടു കൂടി പഴയ ഗുരുകുല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ അധികാര സ്വഭാവത്തോടു കൂടി എൻ്റെ ചിന്തകൾ കുട്ടിയിൽ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് ഇരുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടിയിലുള്ളത് പുൾ ഔട്ട് ചെയ്യാനുള്ളതാണ്, പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ളതാണ്, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യാനുള്ള ഒന്നല്ല എന്ന തിരിച്ചറിവ് ടീച്ചർക്കും സമൂഹത്തിനും ഒക്കെ ഉണ്ടാവണം. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കോവിഡ് കാലത്ത് നമ്മൾ കൺസ്ട്രക്റ്റിവിസം നടപ്പിലാക്കിയപ്പോൾ കൊണ്ടുവന്നിരുന്ന അപ്ലിക്കേഷൻ ലെവലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ കോവിഡ് കാലത്ത് അട്ടിമറിക്കപ്പെട്ടു.
അതിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ പങ്കുണ്ട്. ചോദ്യപേപ്പർ നിർമ്മാണ ശില്പശാലയിൽ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വേണം. അപ്പോൾ കുട്ടിയുടെ കോമ്പിറ്റൻസി അളക്കാനുള്ള, കുട്ടിയുടെ അപ്ലിക്കേഷൻ ലെവലുള്ള നോളേജ് അളക്കാനുള്ള ചോദ്യങ്ങൾക്ക് പകരം പാഠപുസ്തകത്തിൽ നിന്ന് നേരിട്ട് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങൾ വന്നു. അങ്ങനെ പാഠപുസ്തകത്തിൽ നിന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ എന്തിന് ഞാൻ സ്കൂളിൽ പോകണം, എന്തിന് എൻ്റെ കോമ്പിറ്റൻസ് വളർത്താനുള്ള പ്രവർത്തനം നടത്തണം? പല ആപ്പുകളും, ഇപ്പോൾ സ്വകാര്യ ആപ്പുകൾ, നിങ്ങൾ രാത്രിയിൽ 12 മണി മുതൽ 3 മണി വരെയൊക്കെ പല സ്വകാര്യ കമ്പനികളും ഉണ്ടാക്കുന്ന ലൈവ് വീഡിയോകൾ കാണാൻ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇരിക്കുന്നത്. കാരണം ആ വീഡിയോ കണ്ടാൽ എഴുതാവുന്ന ഒരു പരീക്ഷാ രീതിയിലേക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷമായി നമ്മളുടെ ഉദ്യോഗസ്ഥർ ചോദ്യപേപ്പർ നിർമ്മാണത്തിലടക്കം മാറ്റം വരുത്തി. അതുകൊണ്ട് സ്വാഭാവികമായും അധ്യാപകരെ ഞങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. പകരം ഈ ചോദ്യങ്ങൾ, നേരത്തെ പറഞ്ഞ കോപ്പി ഐ ഡി, നോളേജ് ഷെയറിംഗ് ഒക്കെ വരുന്നത് എൻ്റെ തലയിൽ പ്രോസസ്സ് ചെയ്ത നോളേജ് അല്ല എഴുതേണ്ടത്. പാഠപുസ്തകത്തിലുള്ളതോ ഗൈഡിലുള്ളതോ നേരത്തെ പറഞ്ഞ ചില ചാനലുകളിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ട് പറഞ്ഞിരിക്കുന്ന ആൻസറാണ് എഴുതേണ്ടത് വരുന്നിടത്ത് മാത്രമാണ് കോപ്പിയുടെ വരുന്നത്. ഞാൻ കണ്ടെത്തിയ എൻ്റെ പ്രൊജക്റ്റിൻ്റെ, എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ നോളേജാണ് വരുന്നത്. അതിൻ്റെ അപ്ലിക്കേഷനാണ് പരീക്ഷ ചോദിക്കുന്നതെങ്കിൽ കോപ്പിയുടെ അപ്രസക്തമായി പോവും. നോളേജ് ഷെയറിംഗ് കാലത്തെ പരീക്ഷ അങ്ങനെയാണ് മാറേണ്ടത്. കോമ്പിറ്റൻസി ബേസ്ഡ് പരീക്ഷയ്ക്ക് പകരം ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. അത് പോളിസി മേക്കിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സിംഫോസിയത്തിലെ എഡ്യൂക്കേഷൻ ഇൻ ദ ട്രാൻസ്ഫോമിങ് സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനിക്കില്ല, നമുക്കറിയാം. ഡിസ്കഷൻ ഒരു ഭാഗത്തും ഇംപ്ലിമെൻറ്റേഷൻ മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കസ്. സോ സോറി ഫോർ ഓൾ ഓഡിയൻസ്, നമ്മുടെ ടൈം പരിമിതമാണ്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്. ഒരു ടേക്ക് എവേ എന്നുള്ളത്, പല രാജ്യങ്ങളും പല കോൺസെപ്റ്റുകളും ആലോചിച്ച് ചിന്തിച്ചെടുക്കുമ്പോൾ നമ്മളതിനെ കൃത്യമായ പ്ലാനോഗ്രാമോടുകൂടി കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമിങ് സിനാരിയോയിൽ ഈ മാറ്റത്തിനൊത്ത് മാറേണ്ട സോഷ്യൽ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കോൺസെപ്ഷ്യൽ രീതി തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത്. അതിലേക്കുള്ള കുറേ ടേക്ക് അവേസ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ നോട്ടാക്കി ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ജേണലായിട്ട് തന്നെ വരും. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അതുപോലെ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുഴുവൻ പാനലിസ്റ്റിൻ്റെയും സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. സോ ഫൈനലി സലാം സാർ ഹാവ് ടു കൺക്ലൂഡ് ദി സെഷൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ അധ്യാപകരോടും സിലബസിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എൻ്റെ മകൻ 94-ലാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഞാൻ പഠിച്ച അതേ സിലബസ് തന്നെ. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി മാറിയിട്ടില്ല. സോഷ്യൽ സയൻസിലൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് കൂടിയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അവിടെ നിന്ന് കിട്ടുന്നൊരു നോളജ് ഉണ്ട്. എന്താ? അധ്യാപകർ പ്രാക്ടിക്കൽ കൺസൾട്ടൻസ് ആണ്. ദേ ആർ സോൾവിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ, ബട്ട് ഇന്ത്യ ഈസ് ഫേസിങ്. ആ പ്രാക്ടിക്കൽ നോളജിൽ നിന്നാണ് അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, എല്ലാം നല്ല മാർക്ക്. 90 മാർക്ക് എനിക്ക് ഇപ്പം മേടിക്കാൻ പറ്റി, ഈ വയസ്സിൽ മേടിക്കാൻ പറ്റി. ഞാൻ അതിന് ക്രെഡിറ്റ് കൊടുക്കുന്ന ടീച്ചേഴ്സാണ്, പ്രൊഫസേഴ്സിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സിലബസിൽ ഒരു മാറ്റവും ആവശ്യമില്ല. ഇംഗ്ലീഷിൽ മാറ്റം വേണോ? മലയാളത്തിൽ മാറ്റം വേണോ? പഠന രീതിയിൽ മാറ്റങ്ങൾ വേണം. ഫിസിക്സ് മാറിയിട്ടില്ല, പുതിയ ഐൻസ്റ്റീൻ ജനിച്ചിട്ടില്ല. കെമിസ്ട്രിയിൽ മാറ്റമില്ല. H2O തന്നെയാണ്. 2 molecules of hydrogen, 1 molecule of oxygen ആണ്. ഇൻറ്റിഗ്രേറ്റഡ് ലേണിംഗ്, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എല്ലാവരും തെളിയിച്ചല്ലേ അത്. കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ഈ കുട്ടി എന്തിന് ഈ പ്ലാനറ്റിലേക്ക്, ഈ ഭൂമിലോകത്തേക്ക് വന്നു എന്ന് മനസ്സിലാക്കാൻ ധാരാളം ടെക്നോളജിയും സൈക്കോളജിക്കൽ അസസ്മെൻറ്റുമുള്ള കാലഘട്ടം. നിങ്ങൾ തന്നെ പറയാറുള്ളല്ലോ ടീച്ചർമാർ, ഹൊവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അത് വെച്ച് അസസ് ചെയ്തിട്ട് ആ കുട്ടിയെ അഭിരുചി മനസ്സിലാക്കി ഒരു ടീം ഫോം ചെയ്ത് ഒരു പ്രശ്നത്തിൽ ഇറക്കി എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പറയുന്ന ഫോട്ടോസിന്തസിസ് ഇതാണ്, നിങ്ങൾ പറയുന്ന H2O ഇതാണ്, നിങ്ങൾ പറയുന്നത് ഇതാണെന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ പഠിക്കില്ലേ? നമ്മുടെ മാർക്കസ് യൂണിവേഴ്സിറ്റിയിലെ ഫെസിൻ ഹോട്ടലിൽ അവർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് നടത്തിയത് അതിനകത്ത് തന്നെയാണ്. ഈ കുട്ടി പ്രാക്ടിക്കൽ പഠിക്കുകയാണ്. പിന്നെ സിലബസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഐ സ്ട്രോങ്ലി പ്രപ്പോസ് ഈസ് 37 കോടി കുട്ടികളും അനേക കോടി സ്ക്വയർ ഫീറ്റുകളും അടങ്ങുന്ന ഒരു വലിയൊരു ശൃംഖല, അക്കോർഡിംഗ് ടു ദി എക്കണോമിസ്റ്റുകൾ ബലാറ്റ് വെച്ച് നോക്കിയാൽ ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുണ്ട്. ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു പ്രാക്ടിക്കൽ ഹബ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്.
നമ്മൾ റെഡിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. Once again, thank you for all panelists, Dr. Abdul Salam, Sobi Sakafi, Dr. UK Abdul Nasser, Dr. Sharif sir. Thank you. We are going to wind up.